യേശുവിൻ്റെ സ്നേഹിതർ, ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ. അന്ത്യകാല കൊയ്ത്തിനായി ഇറങ്ങിടുക സോദരെ, കാലമേറയില്ല കാന്തൻ വന്നിടുവാനായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, അന്ത്യകാല പ്രേക്ഷിതർ ഈ ശുശ്രൂഷയുടെ 30-ാം ദിനത്തിലേക്ക് ദൈവത്തിൻ്റെ റൂഹ നമ്മെല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. കഴിഞ്ഞ 29 ദിനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായി നമ്മെ വഴി നടത്തി. അന്ത്യകാല പ്രേക്ഷിതരുടെ ചൈതന്യത്താൽ നമ്മെ ഓരോരുത്തരെയും സ്വർഗം നിറയ്ക്കുന്ന ദിനങ്ങളായിരുന്നു. പരിശുദ്ധ അമ്മ മാതാവിലൂടെ പരിശുദ്ധ ത്രിത്വം രൂപപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സൈന്യനിരയാണ് അന്ത്യകാല പ്രേക്ഷിതർ. കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ നാളുകളിൽ ദൈവരാജ്യത്തിൻ്റെ വിവിധങ്ങളായ ശുശ്രൂഷകളിലേക്ക് നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം വിളിച്ചിരിക്കുകയാണ്. ഈ ശുശ്രൂഷകളെ ഓർത്ത് നമ്മുടെ കർത്താവിനോട് നമുക്ക് നന്ദിയുള്ളവരാകാം. 100-ാം സങ്കീർത്തനം 2-ാം വചനം, കർത്താവിൻ്റെ പരിശുദ്ധ വചനം പറയുകയാണ്, സന്തോഷത്തോടെ കർത്താവിനെ ശുശ്രൂഷ ചെയ്യുവിൻ, ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. അന്ത്യകാല പ്രേക്ഷിതർ ആത്മാവിൻ്റെ ആനന്ദമുള്ളവരാണ്. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദത്താൽ ജീവിക്കുന്നവരാണ് അന്ത്യകാല പ്രേക്ഷിതർ. എൻ്റെ സഹോദരങ്ങളെ, ഈ 30-ാം ദിനത്തിലെ ശുശ്രൂഷകളിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒത്തിരിയേറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. സന്തോഷത്തോടെ കർത്താവിനെ ശുശ്രൂഷ ചെയ്യുക, ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിലേക്ക് വരിക. ഹൃദയം തുറന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ ഒന്നിച്ച് കർത്താവിനെ പാടി ആരാധിക്കുന്ന സമയമാണിത്. അന്ത്യകാല പ്രേക്ഷിതരുടെ ചൈതന്യത്താൽ നമ്മുടെ കുടുംബങ്ങൾ നിറയപ്പെടുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഈ നവമായ അഭിഷേകം ഒഴുകപ്പെടുവാൻ, നമ്മുടെ തലമുറകളും സമർപ്പിത കൂട്ടായ്മകളെല്ലാം ഈ പ്രേക്ഷിത ചൈതന്യത്താൽ പൂരിതമാകുവാൻ പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് അമ്മയുടെ മക്കളായ നമ്മൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19-ാം അധ്യായം 6-ാം വചനത്തിൽ ദൈവത്തിൻ്റെ വചനപ്രകാരം പ്രഖ്യാപിക്കുകയാണ്, പൗലോസ് അവരുടെ മേൽ കൈകൾ വെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. അപ്പോസ്തലനായ പൗലോസ് എഫെസസിലെ വിശ്വാസികളുടെ മേൽ കൈകൾ വെച്ചപ്പോൾ അവരിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. ഈ സമയം നമ്മൾ ഒന്നിച്ച് ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ, വിവിധ കുടുംബങ്ങളിൽ, സമൂഹങ്ങളിലായിരുന്നു മനം തുറന്ന കർത്താവിനെ പാടി ആരാധിക്കുമ്പോൾ ഈ വചനത്തിന്റെ കൃപയാൽ സ്വർഗം നമ്മളെ മുദ്ര വയ്ക്കുകയാണ്. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിച്ചു, ഒരാത്മാവിൽ പ്രവചിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ തലമുറയ്ക്ക് ആവശ്യമായ, ഈ കാലഘട്ടത്തിന് ആവശ്യമായ
പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളാൽ നമ്മളെല്ലാം നിറയപ്പെടുവാൻ, അതിസ്വാഭാവിക കൃപകളാൽ പരിശുദ്ധ ത്രിത്വത്താൽ നമ്മൾ മുദ്ര ചെയ്യപ്പെടുവാൻ, പരിശുദ്ധ അമ്മയോടൊപ്പം നമ്മൾ ദൈവാത്മാവിനെ വിളിച്ചു പാടി പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷമായിരിക്കുന്നിടത്ത് നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഇരു കാര്യങ്ങൾ അല്പം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളിലേക്കും പരിശുദ്ധാത്മാവിനെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് നിയന്ത്രണം ഏറ്റെടുക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മിൽ വ്യാപരിക്കട്ടെ. ആത്മശക്തിയാൽ നമ്മളെല്ലാം നിറയപ്പെടട്ടെ. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ റൂഹായേ, റൂഹായേ, സ്വർഗീയ തീയേ, അഭിഷേക കാറ്റേ, ഹോളി സ്പിരിറ്റ്, fill us, anoint us. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. എല്ലാവരും ആത്മാവിൽ നിറയപ്പെട്ടു. കൃപാവരങ്ങളാൽ പൂരിതരായി. പരിശുദ്ധ ത്രിത്വമേ, ഈ അഭിഷേകത്താൽ ഞങ്ങളെ ഉണർത്തണമേ. ഈ കൃപകളാൽ ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ. Spirit move. കരങ്ങൾ ഉയർത്തി 3 പ്രാവശ്യം ഉച്ചത്തിൽ വിളിച്ച പരിശുദ്ധാത്മാവേ, ഹൃദയം തുറന്ന് വിളിക്കുന്ന ആത്മാവേ, ഞങ്ങളിലേക്ക് വരണമേ. ഞങ്ങളിൽ നിറയണമേ. ഞങ്ങളിലൂടെ സംസാരിക്കണമേ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ആമേൻ. ഇരു കരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് യാചനാപുരം തുറന്നു പിടിച്ച് ഒരു മനസ്സോടെ പാടി പ്രാർത്ഥിക്കുകയാണ്. ഗാനാലാപത്തോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുവീൻ. പാട്ടുകൾ പാടി നമ്മൾ ഒന്നിച്ചൊരു മനസ്സോടെ ആരാധിച്ച് ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം, അന്ത്യകാല പ്രേക്ഷിതരുടെ ചൈതന്യം നമ്മൾ സ്വന്തമാക്കുകയാണ്. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളെ നിറയ്ക്കണമേ. ആമേൻ. തൂമഞ്ഞു പോലെ പരിശുദ്ധാത്മാവേ പരന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം, അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. എല്ലാവരും ഒന്നിച്ച് പാടിക്കേ. പരിശുദ്ധാത്മാവേ വരിക, ഈ ശുശ്രൂഷകളിലേക്ക് വരിക. ആയിരങ്ങൾ അഭിഷേകം ചെയ്യുക. അന്ത്യകാല പ്രേക്ഷിതരുടെ ചൈതന്യം 10,000ങ്ങളിലേക്ക് പകരണമേ. സിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോ, ആത്മാവേ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഹോളി സ്പിരിറ്റ്, ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. ഇരു കരങ്ങൾ ഉയർത്തി 3 പ്രാവശ്യം പരിശുദ്ധാത്മ നിറവിനായി, പരിശുദ്ധാത്മ ശക്തിക്കായി, അന്ത്യകാല പ്രേക്ഷിത ചൈതന്യക്കായി നാം എല്ലാം നിറയപ്പെടുവാനായി ഒന്നിച്ചു വിളിക്കുന്ന പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ റൂഹായേ, വരിക വരിക വരിക. ഹോളി സ്പിരിറ്റ്, ആമേൻ. പരിശുദ്ധാത്മാവേ ഞങ്ങളോട് സംസാരിക്കണമേ. ഇസ്രായേലിൻ അത്ഭുതകരമ മോശയിലൂടെ നയിച്ചതുപോ, കാറ്റായി വീശിയടി ഇന്ന് ശുശ്രൂഷകളിൽ വെളിപ്പെടുക. പരിശുദ്ധാത്മാവേ ഞങ്ങളെ anoint ചെയ്യണമേ. ആമേൻ. നടുവിൽ വീതിയൊരുക്കാൻ കാറ്റായി വീശിയടിച്ചതുപോ, വീശും പാവന റൂഹായി അനേക കുടുംബങ്ങളിലേക്ക് വരിക. ഞങ്ങളുടെ സമൂഹങ്ങളെ ഉണർത്തുക. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധീകരിക്കുക. ഹോളി സ്പിരിറ്റ് കൃപയായി വരണമേ.
നവമായ അഭിഷേകം, അന്തികാല പ്രേക്ഷകരുടെ ചൈതന്യം ആയിരങ്ങൾ പതിനായിരങ്ങൾ നിറയട്ടെ, കുടുംബങ്ങൾ നിറയട്ടെ, കൂട്ടായ്മകൾ നിറയട്ടെ, ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, ലോകം മുഴുവനിലും അന്തികാല പ്രേക്ഷിതരുടെ നവമായ ചൈതന്യം നിറയട്ടെ. പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ് ആത്മനദിയായി ഒഴുകണമേ. ഈ കരങ്ങളുയർത്തി എല്ലാവരും വിളിക്കുന്ന ആത്മാവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കെട്ടുകൾ അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, മൃഗങ്ങൾ ഒഴിയട്ടെ, ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. പരിശുദ്ധാത്മ ശക്തി, പരിശുദ്ധാത്മ അഭിഷേകം ആയിരങ്ങളിൽ നിറയട്ടെ. അന്ത്യകാല പ്രേക്ഷിത ചൈതന്യത്താൽ പതിനായിരങ്ങൾ ഉണരട്ടെ. സഭ മുഴുവനിലും ഈ ചൈതന്യം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഓരോ കുടുംബത്തിലേക്ക് വരണമേ. അന്ത്യകാല പ്രേക്ഷിത ചൈതന്യത്താൽ ഓരോ കുടുംബത്തെയും പൂരിതമാക്കണമേ. ഓരോ ഭവനത്തെയും അഭിഷേകം ചെയ്യണമേ. സമൂഹങ്ങൾ അഭിഷേകം ചെയ്യണമേ. കുഞ്ഞുങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ കൂട്ടായ്മകൾ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ആരാധിക്കുന്നു, ആരാധിക്കുന്നു. അന്ത്യകാല പ്രേക്ഷിതരുടെ നവമായ ചൈതന്യത്താൽ ഈ നാളുകളിൽ ഞങ്ങളെല്ലാം ഉണർത്തപ്പെടുവാൻ ആത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, അന്ത്യകാല പ്രേക്ഷിതരുടെ നാഥേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ എല്ലാം പ്രതിഷ്ഠിക്കുകയാണ്. അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ശൗസേ പിതാവേ, സകല വിശുദ്ധരെ, മലാഖമാരെ, കാലത്തിന് അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് അന്ത്യകാല പ്രേക്ഷിതരുടെ ചൈതന്യത്തിൽ ഞങ്ങളെല്ലാം ജീവിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥമേകണമേ. എല്ലാവരും വലതുകരം ഉയർത്തി ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ എന്ന് ചേർന്ന് പറഞ്ഞേ. ആവേ മരിയ, ആവേ മരിയ, അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. ഒരിക്കൽ കൂടെ കരങ്ങളെ യാചനാപൂർവ്വം തുറന്നു പിടിച്ച് പരിശുദ്ധാത്മാവിനെ സ്നേഹത്തോടെ വിളിച്ച് ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും പരിശുദ്ധാത്മാവിനെ അടിയറവ് വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരിക, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരിക. അങ്ങേ വെളിവിന്റെ കതിരുകളെ, അങ്ങേ വെളിവിന്റെ കതിരുകളെ ആകാശത്തിൽ നിന്ന് അയക്കണമേ, ആകാശത്തു നിന്ന് അയക്കണമേ. അഗതികളുടെ പിതാവേ, അഗതികളുടെ പിതാവേ, ദാനങ്ങൾ കൊടുക്കുന്നവനെ, ദാനങ്ങൾ കൊടുക്കുന്നവനെ, ഹൃദയത്തിന്റെ പ്രകാശമേ, ഹൃദയത്തിന്റെ പ്രകാശമേ, എഴുന്നള്ളി വരിക, എഴുന്നള്ളി വരിക. എത്രയും നന്നായി, എത്രയും നന്നായി ആശ്വസിപ്പിക്കുന്നവനെ, ആശ്വസിപ്പിക്കുന്നവനെ, ആത്മാവിന് മധുരമായ വിരുന്നേ, ആത്മാവിന് മധുരമായ വിരുന്നേ, മധുരമായ തണുപ്പേ, മധുരമായ തണുപ്പേ, അലച്ചിലിൽ സ്വൈരമേ, അലച്ചിലിൽ സ്വൈരമേ, എഴുന്നള്ളി വരിക. എഴുന്നള്ളി വരിക. എത്രയും എത്രയും ആനന്ദത്തോടു കൂടി ആയിരുന്ന, ആനന്ദത്തോടു കൂടി ആയിരുന്ന പ്രകാശമേ, പ്രകാശമേ, അങ്ങേ വിശ്വാസികളുടെ, അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുക, ഹൃദയങ്ങളെ നിറയ്ക്കുക. അങ്ങേ വെളിവ് കൂടാതെ, അങ്ങേ വെളിവ് കൂടാതെ, മനുഷ്യരിൽ പാപമല്ലാതെ, മനുഷ്യരിൽ പാപമല്ലാതെ യാതൊന്നുമില്ല, യാതൊന്നുമില്ല. അറപ്പുള്ളത് കഴുകുക, അറപ്പുള്ളത് കഴുകുക, വാടിപ്പോയത് നനയ്ക്കുക, വാടിപ്പോയത് നനയ്ക്കുക, മുറിവേറ്റിരിക്കുന്നത് വെച്ച് കെട്ടുക, മുറിവേറ്റിരിക്കുന്നത് വെച്ചുകെട്ടുക, രോഗികളെ സുഖപ്പെടുത്തുക, രോഗികളെ സുഖപ്പെടുത്തുക, കടുപ്പമുള്ളത് മയപ്പെടുത്തുക, കടുപ്പമുള്ളത് മയപ്പെടുത്തുക, തണുത്തത് ചൂട് പിടിപ്പിക്കുക, തണുത്തത് ചൂട് പിടിപ്പിക്കുക, നേർവഴിയല്ലാതെ പോയത്, നേർവഴിയല്ലാതെ പോയത് തിരിക്കുക, തിരിക്കുക. അങ്ങിൽ ശരണപ്പെട്ടിരിക്കുന്ന, അങ്ങിൽ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക്, വിശ്വാസികൾക്ക് അങ്ങ് 7 വിശുദ്ധ ദാനങ്ങൾ നൽകുക, അങ്ങേ 7 വിശുദ്ധ ദാനങ്ങൾ നൽകുക. പുണ്യയോഗ്യതയും, പുണ്യയോഗ്യതയും, ഭാഗ്യമരണവും, ഭാഗ്യമരണവും, നിത്യാനന്ദവും, നിത്യാനന്ദവും ഞങ്ങൾക്ക് തരിക, ഞങ്ങൾക്ക് തരിക. ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ. നമ്മളെല്ലാവരും ശാന്തമായി ഇരിക്കുകയാണ്. എന്റെ സഹോദരി സഹോദരങ്ങളെ, അന്ത്യകാല പ്രേക്ഷിതരുടെ ചൈതന്യത്താൽ
നാം പൂരിതരായി ഈ കാലഘട്ടത്തിൽ കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുവാൻ സ്വർഗം ഒരുക്കിയിരിക്കുന്ന ഈ ശുശ്രൂഷയോർത്ത് നമുക്ക് നന്ദി പറയാം. ഈ ശുശ്രൂഷയുടെ 30-ാം ദിനത്തിൽ സ്വർഗം നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇന്ന് പരിശുദ്ധ റൂഹ തൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് നൽകുന്ന ആലോചന അന്ത്യകാല പ്രേക്ഷിതരുടെ ഒരു പ്രധാന ചൈതന്യമാണ്. കാലത്തിൻ്റെ അടയാളങ്ങളിലൂടെ ദൈവീക മുന്നറിയിപ്പുകൾ നൽകുന്നവരാണ് അന്ത്യകാല പ്രേക്ഷിതർ. എല്ലാവരും ശ്രദ്ധിക്കണമേ. എന്താണ് അന്ത്യകാല പ്രേക്ഷിതരുടെ ചൈതന്യം? ആരാണ് അന്ത്യകാല പ്രേക്ഷിതർ? കാലത്തിൻ്റെ അടയാളങ്ങളിലൂടെ ദൈവീക മുന്നറിയിപ്പുകൾ നൽകുന്നവരാണ് അന്ത്യകാല പ്രേക്ഷിതർ. നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തെ ആത്മാവിൽ വിവേചിക്കുവാൻ നമുക്ക് സാധിക്കണം. വളരെ നിർണായകമായ ഒരു സമയമാണ് ദൈവം നമുക്ക് അനുവദിച്ച് തന്നിരിക്കുന്നത്. കാലത്തിൻ്റെ അടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ഈ സമയത്തിൻ്റെ പ്രാധാന്യത നമുക്ക് ബോധ്യപ്പെടും. നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകനായ എലീഷ തൻ്റെ ഭൃത്യനായ ഗഹസിയെ നോക്കി പറയുന്ന മനോഹരമായ ഒരു പ്രവാചക വചനമുണ്ട്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം 26-ാമത്തെ തിരുവചനം. കർത്താവിൻ്റെ പരിശുദ്ധ വചനം പറയുന്നു, എന്നാൽ എലീശ പറഞ്ഞു, അവൻ എന്നെ സ്വീകരിക്കാൻ രഥത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നില്ലേ? എലീശായുടെ പ്രാർത്ഥനയിലൂടെ സൗഖ്യം പ്രാപിച്ച നാമാൻ, അവൻ സിറിയായിലെ സൈന്യാധിപനാണ്. ആ നാമാനിൽ നിന്ന് പട്ടുവസ്ത്രങ്ങളും പണവും സ്വർണവും മറ്റു വസ്തുവകകൾ സ്വന്തമാക്കാൻ തൻ്റെ യജമാനനായ പ്രവാചകനായ എലീശായോട് കാര്യം പറയാതെ ഗഹസി ഒളിച്ച് അവൻ നാമാന്റെ പുറകെ പോവുകയാണ്. പ്രവചനാത്മാവിൽ എലീശ ഇതെല്ലാം വളരെ ലൈവായി, നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് പോലെ വളരെ ലൈവായി എലീശ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആത്മാവിൽ. എലീശയുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ വചനത്തിൽ കാണുന്നത്. ഗഹസിയോട് പറയാണ്, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ? പണം, വസ്ത്രം, ഒലിവ് തോട്ടങ്ങൾ, മുന്തിരി തോട്ടങ്ങൾ, ആടുമാടുകൾ, ദാസന്മാർ, ഇവയൊക്കെ സ്വീകരിക്കാനുള്ള സമയമായിരുന്നു അത്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ചങ്കിലേക്ക് തുളച്ചു കയറുന്ന പ്രവചന വചനമാണിത്. പ്രവാചകനായ എലീശ തൻ്റെ ഭൃത്യനായ ഗഹസിയോട് ചോദിക്കുകയാണ്, ഗഹസി, നീ എന്തുകൊണ്ട് ഈ സമയത്തെ തിരിച്ചറിഞ്ഞില്ല? ദൈവം നിനക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ സമയത്തിന്റെ പ്രാധാന്യത എന്തുകൊണ്ട് നീ തിരിച്ചറിയാതെ പോയി? പണം, വസ്ത്രം, ഒലിവ് തോട്ടങ്ങൾ, ആടുമാടുകൾ, മുന്തിരിത്തോട്ടങ്ങൾ, ദാസന്മാർ, ഇവയൊക്കെ സ്വീകരിക്കാനുള്ള സമയമായിരുന്നോ ഇത്? എന്താണ് ഈ വചനത്തിലൂടെ ദൈവത്തിന് റൂഹ നമുക്ക് തരുന്ന ആലോചന? അന്ത്യകാല പ്രേക്ഷിതരെ, ഞാനും നിങ്ങളും കൃത്യതയോടെ ഈ വചനത്തിന്റെ മർമ്മം തിരിച്ചറിയണം. ദൈവം തന്നിരിക്കുന്ന ഈ സമയത്തെ വിവേചിക്കുവാനുള്ള ജ്ഞാനം നമുക്കുണ്ടാകണം. എലീശ പറയുകയാണ്, എൻ്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിന്റെ ഇരട്ടി പങ്ക് അഭിഷേകത്തിന് വേണ്ടി ഗഹസി, നീ പ്രാർത്ഥിച്ചൊരുങ്ങേണ്ട സമയമായിരുന്നില്ലേ ഇത്? ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ആ തലമുറയ്ക്ക് ആവശ്യമായ അഭിഷേക സമൃദ്ധിയിൽ നീ നിറയപ്പെടുവാനുള്ള സമയമായിരുന്നില്ലേ അത്? നീ എന്നോട് കൂടെ വ്യാപരിച്ച്
എന്നിൽ നിന്ന് ആത്മാവിൻ്റെ അതിസ്വാഭാവിക കൃപകൾ സ്വന്തമാക്കാനുള്ള സമയമായിരുന്നില്ല ഇത്. ഈ സമയം തിരിച്ചറിയാതെ ലോകത്തിന് നശ്വരമായ വസ്തുവകകൾക്ക് വേണ്ടി പണം, ഒലിവ് തോട്ടങ്ങൾ, മുന്തിരിത്തോട്ടങ്ങൾ, ആടുമാടുകൾ ഇവയൊക്കെ സമ്പാദിക്കാനുള്ള സമയമായിരുന്നു ഗഹസിയത്. ഇന്ന് പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടുമാണിത് ചോദിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും ദൈവം അനുവദിച്ച് തന്നിരിക്കുന്ന സമയം തിരിച്ചറിയാതെ ജീവിക്കുന്നു. കർത്താവ് തന്നിരിക്കുന്ന സമയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ മുന്നോട്ട് പോവുകയാണ്. കാലത്തിൻ്റെ അടയാളങ്ങളിലൂടെ സ്വർഗം നമുക്ക് തരുന്ന മുന്നറിയിപ്പ് എന്താണ്? ഈ കാലഘട്ടത്തെ വിവേചിച്ചറിയുക. നമ്മളായിരിക്കുന്ന ഈ സമയത്തെ നമ്മൾ മനസ്സിലാക്കുക. എൻ്റെ സഹോദരങ്ങളെ, ലൗകിക വ്യഗ്രതയിൽ ജീവിക്കേണ്ട സമയമല്ല ഇത്. ലോകത്തിന് നശ്വരമായ കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള സമയമല്ല ഇത്. This is a time for the evangelization. ഇത് സുവിശേഷവൽക്കരണത്തിനുള്ള സമയമാണ്. ഇത് പ്രാർത്ഥിച്ച് പരിഹാരം ചെയ്യുവാനുള്ള സമയമാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇത് അനുതപിക്കുവാനും മാനസാന്തരപ്പെടുവാനുള്ള സമയമാണ്. ഈ സമയം തിരിച്ചറിയാതെ നമ്മൾ മുന്നോട്ട് പോയാൽ പിന്നീട് ഗഹസിക്കുണ്ടായ നഷ്ടം നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. ആ നഷ്ടത്തെക്കാൾ വലിയ നഷ്ടങ്ങൾ ഞാനും നിങ്ങളും സഹിക്കേണ്ടി വരുമെന്ന് കർത്താവിൻ്റെ പരിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവം തന്നിരിക്കുന്ന ഈ സമയത്തെ തിരിച്ചറിയണം. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 52-ാം വചനത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, കപടനാട്ടിക്കാരെ, ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം, എന്നാൽ ഈ ലോകത്തെ വ്യാഖ്യാനിക്കാൻ, ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാത്തത് എന്തുകൊണ്ട്? ശ്രദ്ധിക്കണമേ. കർത്താവ് ചോദിക്കുകയാണ്, ഈ ലോകത്തിന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി നമ്മൾ അറിയുന്നുണ്ട്, മാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം. എന്നാൽ എന്തുകൊണ്ട് നിങ്ങൾ കാലത്തെ അറിയുന്നില്ല? ഈ സമയത്തെ അറിയുന്നില്ല? ഞാൻ നിങ്ങളുമായിരിക്കുന്ന ഈ തലമുറയെ എന്തുകൊണ്ട് വിവേചിക്കാൻ നമുക്ക് കഴിയുന്നില്ല? കർത്താവിൻ്റെ ഈ ചോദ്യം വളരെ പ്രസക്തമാണ് സഹോദരങ്ങളെ. ഈ നാളുകളിൽ ആനുകാലിക സംഭവങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്. കാലത്തിൻ്റെ അടയാളങ്ങളിലൂടെ സ്വർഗത്തിൻ്റെ പ്രവചനങ്ങൾ പരിശുദ്ധ റൂഹ, പരിശുദ്ധ അമ്മ മാതാവിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിച്ചു. റോമാക്കാർക്ക് ഇത് ലേഖനം 13-ാം അധ്യായം 11-ാം വചനത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. എൻ്റെ സഹോദരങ്ങളെ, ഈ നാളുകളിൽ ദൈവത്തിന്റെ സ്വന്തം ജനമായ ഞാനും നിങ്ങളും ജീവിക്കേണ്ടത് കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ടായിരിക്കണം. എല്ലാവരും ശ്രദ്ധിച്ചേ, കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ടായിരിക്കണം. ഞാൻ ചോദിക്കട്ടെ, നമ്മളായിരിക്കുന്ന ഈ കാലത്തിന്റെ പ്രത്യേകത എന്താണ്? കർത്താവ് പറഞ്ഞ ഈ വചനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മളായിരിക്കുന്ന ഈ കാലത്തിന്റെ, ഈ തലമുറയുടെ പ്രത്യേകത എന്താണ്? എൻ്റെ സഹോദരങ്ങളെ, അത് നമുക്ക് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമ്മൾ ചുറ്റുപാടുകളിലേക്കൊന്ന് നോക്കിയാൽ മതി. അത്രമാത്രം ദുഷിപ്പും വഴിവിട്ട മ്ലേച്ഛതകളും ലൈംഗിക അരാജകത്വങ്ങളും എങ്ങും ദൈവനിഷേധവും ഒരു പ്രളയം പോലെ ജഡപാപത്തിൻ്റെ വലിയ കുത്തൊഴുക്കും കുടുംബങ്ങളുടെ തകർച്ചയും എന്ന് വേണ്ട, എല്ലാവരും ഒരുപോലെ മലിനപ്പെട്ടു പോകുന്ന ഒരു ദുഷിച്ച ഒരു കാലം. ദൈവഭയം നഷ്ടപ്പെട്ട് ദുഷ്ടത പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന നാളുകൾ. കർത്താവിന്റെ പരിശുദ്ധ വചനം പറയുക, അന്ത്യകാല പ്രേക്ഷിതർ പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം രൂപപ്പെടുത്തുന്ന
അമ്മയുടെ വിശ്വസ്തരായ മക്കൾ ഈ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് ജീവിക്കണം. അതാണ് പൗലോസ്ലീഹ പറയുന്നത്. കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ ജീവിക്കാൻ. 2000 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കർത്താവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, ഈശോയും ശിഷ്യന്മാരും ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ എന്താണ് അവർ കർത്താവിനോട് ചോദിച്ചത്? മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 3-ാമത്തെ തിരുവചനം. ആ വചനം ശ്രദ്ധിച്ച്. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവനെ സമീപിച്ചു പറഞ്ഞു, ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ ആഗമനത്തിന്റെയും യുഗാന്ത്യത്തിന്റെയും അടയാളം എന്താണെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. ആ വചനം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? കർത്താവേ, അവിടുത്തെ ആഗമനത്തിന്റെ യുഗാന്ത്യത്തിന്റെ അടയാളം പറഞ്ഞു തരണം. ഈ ചോദ്യത്തിന് മറുപടിയായി കർത്താവ് വ്യക്തമായ ചില അടയാളങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അത് കാലത്തിന്റെ അടയാളങ്ങളാണ്. കാലം അതിന് അന്ത്യത്തിലേക്ക് ചെല്ലുമ്പോൾ ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന ആത്മീയമായ അപചയങ്ങൾ, ധാർമ്മികമായ അധപതനങ്ങൾ, വിശ്വാസത്യാഗം, ഉഗ്രമായ മതപീഡനം, പാപം മ്ലേച്ഛതയുടെ അതിപ്രസരം, തെറ്റായ പ്രബോധനങ്ങൾ, വഴിവിട്ട ഉപദേശങ്ങൾ, സ്നേഹരാഹിത്യം, എൻ്റെ സഹോദരങ്ങളെ, കള്ളക്രിസ്തുമാരെ, വ്യാജപ്രവാചകരുടെ അതിപ്രസരങ്ങളെല്ലാം സംഭവിക്കുമെന്ന് വ്യക്തമായി കർത്താവ് പറയുകയാണ്. ഇതെല്ലാം, ഈ അടയാളങ്ങളെല്ലാം കർത്താവ് നൽകിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ അടയാളങ്ങളിലൂടെയെല്ലാം വ്യക്തമായി സ്വർഗം നമ്മോട് സംസാരിക്കുന്നുണ്ട് സഹോദരങ്ങളെ. അന്ത്യകാല പ്രേക്ഷിതർ ഈ അടയാളങ്ങളിലൂടെ ദൈവം നൽകുന്ന മുന്നറിയിപ്പുകൾ ഈ കാലഘട്ടത്തിന് വെളിപ്പെടുത്തുന്നവരാണ്. ഈ അടയാളങ്ങളെല്ലാം നമ്മുടെ കർത്താവ് പറഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 42-ാം വചനത്തിലോട്ട് വരുമ്പോൾ വ്യക്തമായി ഈശോ പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ കർത്താവ് ഏതു ദിവസം വരുമെന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കർത്താവ് ഒരു വാണിംഗ് കൊടുക്കുകയാണ്. നമ്മുടെ കർത്താവ് ഏത് ദിനം ഏത് സമയത്ത് വരുമെന്ന് നമുക്കറിയാത്തത് കൊണ്ട് സദാസമയം ജാഗരൂകരായിരിക്കുവാനുള്ള മുന്നറിയിപ്പ് നമ്മുടെ കർത്താവ് തരികയാണ്. ഞാൻ സ്നേഹത്തോട് ചോദിക്കട്ടെ, നമ്മുടെ കർത്താവ് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര പേര് കർത്താവിനോട് കൂടെ അവിടുത്തെ മഹത്വത്തിൽ എടുക്കപ്പെടും? നമ്മൾ എത്ര പേര് കർത്താവിനോട് കൂടെ അവിടുത്തെ നിത്യമഹത്വത്തിലേക്ക് പ്രവേശിക്കും? നമ്മൾ വിറയലോടെയും ഭയത്തോടെയും കൂടെ വേണം നമ്മളിത് ചിന്തിക്കുവാനായിട്ട്. നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. എൻ്റെ സഹോദരങ്ങളെ, അന്ത്യകാല പ്രേക്ഷിതർ കാലത്തിൻ്റെ അടയാളങ്ങളിലൂടെ ദൈവീക മുന്നറിയിപ്പുകൾ ഈ കാലഘട്ടത്തിന് നൽകുന്നവരാണ്. ഈ അടയാളങ്ങളിലൂടെ നൽകപ്പെടുന്ന ഒന്നാമത്തെ മുന്നറിയിപ്പ് എന്താ? നമ്മൾ ശ്രദ്ധിക്കണമേ. ഒന്നാമത്തെ മുന്നറിയിപ്പ്, ഇത് ആത്മീയമായ ഒരുക്കത്തിൻ്റെ നാളുകളാണ്. ദൈവം തന്നിരിക്കുന്ന ഈ സമയം മറ്റെന്തിനേക്കാളും ഉപരി നമ്മൾ ഓരോരുത്തരും ആത്മീയമായി ഒരുങ്ങേണ്ട നാളുകളാണ്. ഇനി ഒരുപാട് സഹസ്രാബ്ദങ്ങൾ, നൂറ്റാണ്ടുകൾ നമുക്കായി കാത്തിരിക്കുന്നില്ല സഹോദരങ്ങളെ. കാലം അതിന് അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു ഫൈനൽ അവറിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധ വചനം പറയുന്നു, ഇത് ആത്മീയമായ ഒരുക്കത്തിനുള്ള സമയമാണ്. ആമോസ് പ്രവചനം 4-ാം അധ്യായം 12-ാം വചനത്തിൽ കർത്താവിന്റെ പരിശുദ്ധ വചനം പറയുന്നു, അതുകൊണ്ട് ഇസ്രായേൽ ജനമേ, ഞാൻ നിങ്ങളോട് ഇത് ചെയ്യും. ഇസ്രായേൽ ജനമേ, നിങ്ങളുടെ ദൈവത്തിന്റെ സന്ദർശന ദിനത്തിന് ഒരുങ്ങിക്കൊള്ളുവിൻ. നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക.
എൻ്റെ സഹോദരങ്ങളെ, കർത്താവിന്റെ പ്രത്യാഗമനത്തിനായി നമ്മൾ ഈ ലോകത്തിൽ നിത്യരക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കുവാൻ ഈ വചനം നമ്മോട് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. നമ്മൾ ആത്മീയമായി ഒരുങ്ങേണ്ട സമയം. പാപമ്ലേച്ഛതയിൽ നിന്ന്, ഈ ലോകത്തിന്റെ സുഖലോലുപതയിൽ നിന്ന്, ഈ ലോകത്തിന്റെ വെറിക്കുത്തകളിൽ നിന്ന്, ഈ ലോകത്തിന്റെ ജഡമോഹങ്ങളിൽ നിന്നെല്ലാം വേർപെട്ടുകൊണ്ട്, എൻ്റെ സഹോദരങ്ങളെ, ഈ പറയുന്ന കാര്യങ്ങൾ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് എന്നറിയാൻ പാടില്ല. എന്നാൽ ഇത് നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. എന്തിനു വേണ്ടി? നമ്മുടെ കർത്താവിന്റെ സന്ദർശന ദിനത്തിനായി. സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ പത്രോസ്ലീഹ നമ്മെ അറിയിക്കുന്നുണ്ട്, നിങ്ങൾ സമയം തിരിച്ചറിയുക. ഈ സമയം തിരിച്ചറിഞ്ഞ് ആത്മീയമായി ഒരുങ്ങുക, ആത്മശക്തിക്കായി ഒരുങ്ങുക. അസംഖ്യം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നാം നമ്മെ തന്നെ ഒരുക്കുക. കുടുംബങ്ങളെ ഒരുക്കുക, നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുക്കുക, നമ്മുടെ സമർപ്പിത സമൂഹങ്ങളെ ഒരുക്കുക, സഭ മുഴുവനെയും നമ്മൾ ഒരുക്കുക. ഇതൊരു ഒരുക്കത്തിന്റെ സമയമാണ്. എന്തിനുള്ള ഒരുക്കം? ആത്മീയമായ ഒരുക്കത്തിന്റെ സമയം. കഥ പറഞ്ഞിരിക്കാനും ചുമ്മാ നമ്മളിങ്ങനെ തമാശകൾ പറഞ്ഞ് വ്യർത്ഥവാക്കുകൾ പറഞ്ഞ് സമയം കളയാനുള്ള നേരമല്ല ഇത്. കർത്താവിന്റെ പരിശുദ്ധമായ വചനം പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം സംസാരിക്കുകയാണ്. അന്ത്യകാല പ്രേക്ഷിതരെ നമ്മൾ ശ്രദ്ധിക്കണമേ, ഇതാത്മീയമായ ഒരുക്കത്തിന്റെ നാളുകളാണ്. 1 പത്രോസ് 1-13 എന്താണ് വചനം പഠിപ്പിക്കുന്നത്? ആകയാൽ നിങ്ങൾ മാനസികമായി ഒരുങ്ങി സമചിത്തതയുള്ളവരായിരിക്കുവിൻ. നിങ്ങൾ മാനസികമായി ഒരുങ്ങണം. നമ്മുടെ മനസ്സ് പലവിധ വ്യഗ്രതകൾ കൊണ്ട് കലുഷിതമാകരുതേ. നമ്മുടെ മനസ്സ് മറ്റു പല കാര്യങ്ങളിൽ അസ്വസ്ഥമാകാൻ അനുവദിക്കരുതേ. മാനസികമായി ഒരുങ്ങി ദൈവജനം സമചിത്തതയോടെ ജീവിക്കേണ്ട സമയമാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് തിരിച്ചറിയാതെ കാലുവെന്ത നായെ പോലെ ഈ ലോകത്തിന് വെറിക്കൂത്തുകൾ അനുഭവിക്കുവാൻ നമ്മൾ പരക്കം പായരുതേ. അത് നമ്മുടെ നിത്യനാശമായിരിക്കും. ഒരുക്കത്തിന്റെ നാളുകളാണ്. വെളിപാട് പുസ്തകം 22:10 കർത്താവിന്റെ പരിശുദ്ധ വചനം പറയുന്നു, സമയം അടുത്തിരിക്കുന്നു. യോഹന്നാൻ ശ്ലീഹയോട് കർത്താവ് പറയുക, എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു, സമയം അടുത്തിരിക്കുന്നു. സഹോദരങ്ങളെ, ഇത് ആവേശത്തോടെ വിളിച്ചു പറയുന്നതല്ല. ആത്മീയമായ ഒരുക്കത്തിന് ആവശ്യമായ സമയമെടുത്തു. ആത്മശക്തി സ്വന്തമാക്കുവാനുള്ള സമയമെടുത്തു. ദൈവവചന പ്രകാരം ജീവിക്കേണ്ട സമയമെടുത്തു. ഈ ലോകത്തിന് ജഡമോഹങ്ങളിൽ നിന്ന് വേർപെട്ടുകൊണ്ട് വിശുദ്ധിയോടെ ജീവിക്കുവാനുള്ള സമയമെടുത്തു. ഇതേ സത്യം പൗലോസ്ലീഹ പഠിപ്പിക്കുക സഭയെ. ഈ മർമ്മങ്ങൾ ഈ തലമുറയോട് വിളിച്ചു പറയുന്നവരാണ് അന്ത്യകാല പ്രേക്ഷിതർ. അവരാണ് അമ്മ മാതാവിന്റെ വിശ്വസ്തരായ മക്കൾ. കൊരിന്ത്യസ്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 7-ാം അധ്യായം അവിടെ 29-ാമത്തെ വചനത്തിൽ എന്താണ് പരിശുദ്ധ വചനം പറയുന്നത്? സഹോദരരെ, സമയം പരിമിതമാണ്. എല്ലാവരും വചനം പറഞ്ഞ സമയം പരിമിതമാണ്. സമയം പരിമിതമാണ്. നിങ്ങൾ ശ്രദ്ധിച്ച്, ഷോർട്ട് ടൈം, ഒരു ഷോർട്ട് ടൈം, വളരെ പരിമിതമായൊരു സമയം. ഇനി നൂറ്റാണ്ടുകൾ കാത്തിരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഴുവൻ വചനം മാറ്റി, നമ്മുടെ മുഴുവൻ എനർജിയും നമ്മുടെ മുഴുവൻ ശക്തിയും ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ വ്യക്തിപരമായ നമ്മുടെ കുടുംബത്തിന്റെ, സഭയുടെ, സമൂഹത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി എൻ്റെ സഹോദരങ്ങളെ മാറ്റിവെക്കുവാനുള്ള സമയമാണ്. അതിനായി ഉപയോഗിക്കുവാനുള്ള സമയമാണ്. ഇതേ അധ്യായത്തിൽ
1 കൊരിന്തോസ് 7:31 ശ്ലീഹ വളരെ കർശനമായ ഭാഷയിൽ പറയാണ്, ലോകകാര്യങ്ങളിൽ ഇടപെടുന്നവർ ഇടപെടാത്തവരെ പോലെയും ആയിരിക്കട്ടെ. ഇടപെടാത്തവരെ പോലെ എന്ന് പറയും. ഈ ലോകത്തിന്റെ പലവിധ കാര്യങ്ങളിൽ നമ്മൾ വ്യഗ്രതപ്പെട്ട് നമ്മുടെ മനസ്സ് കലുഷിതമായി ആത്മീയവും മാനസികമായി ഒരുങ്ങേണ്ട ഈ കാലം തിരിച്ചറിയാതെ നമ്മളിങ്ങനെ ഈ സമയം തിരിച്ചറിയാതെ മുന്നോട്ട് പോയാൽ എൻ്റെ സഹോദരങ്ങളെ, പെട്ടെന്നൊരു കെണി പോലെ നമ്മുടെ മേൽ ആ ദിവസം പതിക്കുകയാണ്. രക്ഷപ്പെടാനാവാത്ത വിധം വലിയ തകർച്ചയിൽ നമ്മൾ നിബന്ധിക്കുകയാണ്. നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. ആത്മീയമായ ഒരുക്കത്തിൻ്റെ നാളുകൾ. ഇതെന്തിനുള്ള സമയമാണ്? നമ്മൾ കൂടുതൽ വചനം ധ്യാനിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, കർത്താവിനെ പരിശുദ്ധ കുർബാനയായി ആരാധിക്കുവാൻ, നമ്മുടെ ആത്മാവിനെ ദിനംതോറും വിശുദ്ധീകരിക്കുവാൻ നമ്മൾ അതിലേക്ക് ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ് സഹോദരങ്ങളെ. ഇത് തിരിച്ചറിയാതെ നശ്വരമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമയവും സമ്പത്തും നമ്മുടെ ജീവിതവും നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ വലിയ ദുരന്തമായിരിക്കും എനിക്ക് നിങ്ങൾക്കും സംഭവിക്കാൻ പോകുന്നത്. നിത്യതയിൽ ചെല്ലുമ്പോൾ എൻ്റെ സഹോദരങ്ങൾ പിന്നെ അനുദപിക്കാൻ സമയമുണ്ടോ? മാനസാന്തരപ്പെടാൻ പിന്നെ സാധിക്കുമോ? നമുക്ക് പിന്നെ സുവിശേഷ വില ചെയ്യാൻ പറ്റുമോ? ദൈവം തന്നിരിക്കുന്ന ഈ സമയം മനസ്സിലാക്കി ആത്മീയമായി നമ്മൾ ഒരുങ്ങണം. രണ്ടാമത്, കാലത്തിൻ്റെ അടയാളങ്ങളിലൂടെ ദൈവം തരുന്ന മുന്നറിയിപ്പ്. രണ്ടാമത്തെ മുന്നറിയിപ്പ് എന്താണ്? ഈ സമയത്ത്, ഈ കാലത്തെക്കുറിച്ച് ഇത് അനുദപിക്കുവാനും മാനസാന്തരപ്പെടുവാനുമുള്ള സമയമാണ്. നമുക്കറിയാം, നമ്മുടെ അമ്മ മാതാവ് ഇന്ന് ലോകത്തിന് അനേകം ദിക്കുകളിൽ പ്രത്യക്ഷപ്പെട്ട് സ്വർഗത്തിന്റെ പ്രവചന സന്ദേശങ്ങൾ അമ്മ അറിയിക്കുകയാണ്. അമ്മ എവിടെയെല്ലാം പ്രത്യക്ഷപ്പെടുന്നുവോ അവിടെയെല്ലാം അമ്മ പറയുന്ന പ്രധാന കാര്യം എന്താണ്? മക്കളെ, അനുദപിക്കുക. റിപ്പന്റ്. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ അനുദപിക്കുക, പാപം വിട്ടുപേക്ഷിക്കുക, നിങ്ങൾ അതിവേഗം മാനസാന്തരപ്പെടുക, ഇല്ലെങ്കിൽ വലിയ നാശം നിങ്ങളുടെ മേൽ നിബന്ധിക്കും. ഈ ലോകം കഠിനമായ ശിക്ഷകളിലൂടെ കടന്നു പോകും. ദൈവത്തിന്റെ ക്രോധത്തിന്റെ പാനപാത്രം നിറഞ്ഞൊഴുകുന്നു. മക്കളെ, നിങ്ങൾ അനുദപിക്കുക, നിങ്ങൾ കർത്താവിലേക്ക് മടങ്ങി വരിക, മാനസാന്തരപ്പെടുക. അതിവേഗം മാനസാന്തരപ്പെടാനാ മെജുഗോറിയയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ പല പ്രാവശ്യം ആവശ്യപ്പെട്ടത്, മക്കളെ അതിവേഗം, എത്രയും പെട്ടെന്ന്, നാളെ മറ്റന്നാൾ നീട്ടിവെക്കരുത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് മാനസാന്തര കൃപയിലേക്ക് വരിക. നമ്മുടെ കർത്താവ് പറഞ്ഞ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 5-ാം വചനത്തിൽ എന്താണ് കർത്താവ് പഠിപ്പിച്ചത്? അല്ല എന്ന് ഞാൻ പറയുന്നു, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ, അനുദപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. എൻ്റെ സഹോദരങ്ങളെ, അനുദപിക്കാത്ത കുടുംബങ്ങൾക്ക് നാശമാണ്, അനുദപിക്കാത്ത കൂട്ടായ്മകൾക്ക് നാശമാണ്, അനുദപിക്കാത്ത വ്യക്തി ജീവിതങ്ങൾക്ക് നാശമാണ്, അനുദപിക്കാത്ത സഭയ്ക്ക് നാശമാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, അനുദപിക്കുന്നില്ലെങ്കിൽ നിങ്ങളും അതുപോലെ നശിക്കും. ഈ വചനം വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഇത് അനുദപിക്കുവാനുള്ള സമയമാണ്. അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായം 19-ാം വചനത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയാൻ പശ്ചാത്തപിച്ച് അനുദപിച്ച് ദൈവത്തിലേക്ക് തിരിയുക. ഇത് അതിനുള്ള സമയമാണ് സഹോദരങ്ങളെ. അന്ത്യകാല പ്രേക്ഷിതരുടെ ഈ 2-ാം സീസൺ പരിശുദ്ധ ത്രിത്വം നമുക്കായി ഒരുക്കി തരുന്നത് ഈ അനുതാപത്തിന്റെയും മാനസാന്തരത്തിന്റെയും സന്ദേശം അനേകം ജീവിതങ്ങളിൽ കൃപയായി മാറുവാനാണ്. അനേകം കുടുംബങ്ങളിൽ ഈ ചൈതന്യം ഇറങ്ങി വന്ന് അവിടെ രൂപാന്തരീകരണം വരുത്തുവാനാണ്. പരിശുദ്ധ അമ്മ രക്തക്കണ്ണുനീരൊഴുക്കി നിത്യനാശത്തിലേക്ക് പോകുന്ന തൻ്റെ മക്കളെ ഓർത്ത് വേദനയുടെ അമ്മ എന്താ പറയുന്നത്?
ലാസലേറ്റും ഫാത്തിമയും മെജുഗുറിയായും ചൊല്ലുന്നു, ലോകം മീവിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. ലാസലേറ്റും ഫാത്തിമയും മെജുഗുറിയായും ചൊല്ലുന്നു, ലോകം മീവിധം പോയി. അനുദപിക്കാതെ മുന്നോട്ട് പോയാൽ, മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളും അതുപോലെ നശിക്കും. നിങ്ങളും അതുപോലെ നശിക്കും. എന്റെ സഹോദരങ്ങളെ, എല്ലാ ജനപദങ്ങളോടും കർത്താവിന് പറയാനുള്ള സന്ദേശം എന്താണ്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17-ാം അധ്യായം 30-ാം വചനത്തിൽ കർത്താവിന്റെ പരിശുദ്ധ വചനം നമ്മളെ അറിയിക്കുന്നു. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന്, അനുദപിക്കണമെന്ന്, പശ്ചാത്തപിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവ് ആജ്ഞാപിക്കുകയാണ്. സഹോദരങ്ങളെ, കാലത്തിന്റെ അടയാളങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് എനിക്കും നിങ്ങൾക്കും തരുന്ന മുന്നറിയിപ്പ് എന്താണ്? ഈ സമയം അനുദപിക്കുവാനുള്ള സമയമാണ്. ഹൃദയം കഠിനമായി 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 അനുദപിക്കാതെ ഈ കഠിന ഹൃദയത്തിൽ നമ്മൾ മുന്നോട്ട് പോയാൽ, എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ നനയ്ക്കാത്ത സമയത്ത് പെട്ടെന്ന് ഒരു കെണി പോലെ ആ ദിനം നമ്മുടെ മേൽ നിബന്ധിക്കും. രക്ഷപ്പെടാൻ പറ്റാത്ത വിധം അത് നമ്മളെ മുറുക്കിക്കളയും. കർത്താവിന്റെ വാക്കുകളായത്. അനുദപിക്കുന്നില്ലെങ്കിൽ നാശം, അനുദപിക്കുന്നില്ലെങ്കിൽ നാശം, അനുദപിക്കുന്നില്ലെങ്കിൽ നാശം. അതുകൊണ്ട് പരിശുദ്ധ അമ്മ നിറകണ്ണുകളോടെ പറയുന്നു, മക്കളെ, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. കഠിന പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നിങ്ങൾ പരിഹാരം ചെയ്യുക. വീണ്ടും അമ്മ പറയാണ്, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. പാപം ഉപേക്ഷിക്കുക, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. അതിന്റെ വരികളൊന്ന് പാടി. എന്താ പറയുന്നത്? ലോകം മീവിധം പോയിടിൽ. ലോകം അതല്ല, അതിന് മുൻപുള്ള വാക്കുകൾ. പാപവഴികൾ ഉപേക്ഷിപ്പിൻ. പാപവഴികൾ അമ്മ പറയാണ്. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? കണ്ടു, മാനസാന്തരമില്ലാതെ അനുതാപമില്ലാതെ ജീവിക്കുന്ന പാപികളെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കാൻ നാം ആവശ്യപ്പെടുക. കാരണം എന്താ? അനുദപിക്കുന്നില്ലെങ്കിൽ നാശമാണ്. നമ്മൾ എത്ര വിദ്യാഭ്യാസ ഡിഗ്രികളോ കഴിവോ സമ്പത്തോ ഈ ലോകത്തിൽ സ്ഥാനമാനം എന്ത് തന്നെ ഉണ്ടെങ്കിലും അനുദപിക്കുന്നില്ലെങ്കിൽ നാശമാണ് സഹോദരങ്ങളെ. ഇത് അനുദപിക്കുവാനുള്ള സമയമാണെന്ന് കർത്താവ് അറിയിക്കുക. വെളിപാട് പുസ്തകം 6:17 അവിടെ എന്താ പരിശുദ്ധ വചനം പറയുന്നത്? എന്തെന്നാൽ അവരുടെ ക്രോധത്തിന്റെ ഭീകരദിനം വന്നു കഴിഞ്ഞു. ചെറുത്തു നിൽക്കാൻ ആർക്ക് കഴിയും? ദൈവത്തിന്റെ ക്രോധദിനം വന്നു കഴിഞ്ഞു. ആർക്ക് ചെറുത്തു നിൽക്കാൻ പറ്റും? ഇന്ന് ലോകത്തിൽ ഉണ്ടാകുന്ന വിനാശങ്ങള്, പലവിധ തകർച്ചകള്, യുദ്ധക്കെടുതികള്, ഇന്ന് വേണ്ട പകർച്ചവ്യാധികള്, മഹാമാരികള്, പ്രകൃതിക്ഷോഭങ്ങള്. എന്റെ സഹോദരങ്ങളെ, ഇതൊന്നും അവിചാരിതങ്ങളല്ല. ദൈവം ഇതിലൂടെയെല്ലാം മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. അനുദപിക്കുവാനും മാനസാന്തരപ്പെടുവാനുമുള്ള മുന്നറിയിപ്പുകൾ. ഈ കോവിഡ് പോലും അത്തരത്തിലുള്ളൊരു മുന്നറിയിപ്പായിരുന്നു. നമ്മളത് വകവയ്ക്കാതെ നമ്മുടെ സ്വന്തം ബുദ്ധിയിലും കഴിവിലും ഈ ലോകത്തിന്റെ സുഖഭോഗങ്ങളിലും ഹൃദയമർപ്പിച്ച് മുന്നോട്ട് പോയാൽ, ഞാൻ വീണ്ടും ആത്മാവിൽ പറയട്ടെ, ആ ദിനം ഒരു കെണി പോലെ നമ്മുടെ മേൽ വരും. കർത്താവ് പറഞ്ഞു, ആ ദിനം നിങ്ങൾക്കറിയാത്തത് കൊണ്ട് ജാഗരൂകരായിരിക്കുക. നിങ്ങൾ അതീവ ശ്രദ്ധയോടെ ജീവിക്കുക. യെസ്, ഇത് അനുദപിച്ച് മാനസാന്തര കൃപയിൽ ജീവിക്കേണ്ട സമയമാണ് സഹോദരങ്ങളെ.
നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. മൂന്നാമത്, കാലത്തിന്റെ അടയാളങ്ങളിലൂടെ ദൈവം നൽകുന്ന മുന്നറിയിപ്പുകൾ. അന്ത്യകാല പ്രേക്ഷിതരുടെ ചൈതന്യം. അവർ ഈ ചൈതന്യത്തിൽ ജീവിക്കുന്നവരും അനുതാപത്തിന്റെ, മാനസാന്തരത്തിന്റെ, ആത്മീയമായ ഒരുക്കത്തിന്റെ ജീവിതം നയിക്കുന്നവരും ഈ മുന്നറിയിപ്പുകൾ ഈ കാലഘട്ടത്തിന് വെളിപ്പെടുത്തുന്നവരുമാണ്. ഈ ചൈതന്യത്തിലേക്ക് ഈ തലമുറയെ നടത്തുന്നവരാണ് അന്ത്യകാല പ്രേക്ഷിതർ. നമ്മൾ ഈ ചൈതന്യം സ്വന്തമാക്കണം, ഈ അഭിഷേകം സ്വന്തമാക്കണം. പരിശുദ്ധ അമ്മ മാതാവും വിശുദ്ധരും പ്രവാചകരെല്ലാം സ്വന്തമാക്കിയ ഈ ചൈതന്യം. എൻ്റെ സഹോദരങ്ങളെ, ഈ നാളുകൾ പ്രാർത്ഥനയുടെയും പരിഹാരത്തിൻ്റെയും നാളുകളാണ്. കാലത്തിൻ്റെ അടയാളങ്ങളിലൂടെ സ്വർഗം നൽകുന്ന മറ്റൊരു മുന്നറിയിപ്പാണിത്. ഇത് പ്രാർത്ഥനയുടെയും പരിഹാരത്തിനുമുള്ള സമയമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധ വചനം പറയുന്നു, പത്രോസിൽ എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 7-ാം വചനത്തിൽ സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസിൽ എന്താ പറയുന്നത്? സകലത്തിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾ സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരുമായിരിക്കുവിൻ. എൻ്റെ സഹോദരങ്ങളെ, സകലത്തിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. നമ്മൾ ഈ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധ റൂഹ നമ്മളെ പഠിപ്പിക്കുന്ന സത്യം അതാണ്. ഇത് ആത്മീയമായ ഒരുക്കത്തിന്റെ നാളുകൾ, അനുതാപത്തിന്റെയും മാനസാന്തരത്തിനുമുള്ള സമയങ്ങൾ. പത്രോസിലി പറയാ, എല്ലാറ്റിന്റെയും അവസാനം അടുത്തിരിക്കുന്നു. ഇതറിയാത്തവരെ പോലെ നമ്മൾ ജീവിക്കരുത് എന്ന് സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയാണ് സഭാമക്കളോട് പറയുന്നത്. ഈ അജ്ഞതയിലും അന്ധതയിലും ദൈവജനം മുന്നോട്ട് പോകരുത്. സമയം അടുത്തിരിക്കുന്നു. ആകയാൽ നിങ്ങൾ സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കുക. എന്റെ സഹോദരങ്ങളെ, ഇത് പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്. നശിക്കുന്ന ഒരാത്മാവിന് വേണ്ടി, ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി, കുടുംബങ്ങളുടെ വിമോചനത്തിന് വേണ്ടി, ലോകത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി, സഭയുടെ നവീകരണത്തിനും നന്മയ്ക്കും വേണ്ടി ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ നിലവിളിയോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ഇന്ന് നമ്മുടെ കർത്താവ് ഒരുപാട് ദുഃഖിതനാണ്. നമ്മുടെ കർത്താവ് ഒരുപാട് വേദനിക്കുന്നു. ഈശോ പറഞ്ഞില്ലേ, തീവ്രമായ ദുഃഖത്താൽ മരണത്തോളം ഞാൻ എത്തിയിരിക്കുന്നു. മരണതുല്യമായ വേദന. തൻ്റെ കുടുംബങ്ങളെ കുറിച്ച്, നമ്മുടെ കുടുംബങ്ങളുടെ അവസ്ഥ എന്താ ഇന്ന്, നമ്മുടെ യുവജനങ്ങളെ കുറിച്ച്, തെരഞ്ഞെടുക്കപ്പെട്ട പല വന്യവൈദികരെ, സമർപ്പിതരെ, സന്യസ്തരെ കുറിച്ച് ഇന്ന് ഒരുപാട് കർത്താവ് വേദനിക്കുന്നുണ്ട്. എന്റെ സഹോദരങ്ങളെ, ദൈവത്തിന്റെ പരിശുദ്ധ വചനം പറയുന്നു, ജോയേൽ പ്രവചനം 2:12, അവിടെ ദൈവാത്മാവിൽ പ്രവാചകനായ ജോയേൽ വിളിച്ചു പറയുകയാണ്, കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഈ സമയം തിരിച്ചറിഞ്ഞെങ്കിലും, ദൈവം അനുവദിച്ചിരിക്കുന്ന ഈ സമയം തിരിച്ചറിഞ്ഞുകൊണ്ട്, അതാണ് ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ അടുക്കലേക്ക് തിരിച്ചു വരുവിൻ. ഇത് കർത്താവിന്റെ വേദനയാണ്. എന്റെ ജനമേ, നിങ്ങൾ എന്റെ അരികിലേക്ക് തിരിച്ചു വരിക. അന്ത്യകാല പ്രേക്ഷിതരുടെ ചൈതന്യം ഇതാണ്. ഈ തലമുറയെ കർത്താവായ യേശുവിന്റെ നിത്യരക്ഷയിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. അതിനാവശ്യമായ ദൈവിക മുന്നറിയിപ്പുകൾ, അതിനാവശ്യമായ പ്രവചന സന്ദേശങ്ങൾ, അതിനാവശ്യമായ ദൈവിക ആലോചനകൾ ഈ കാലഘട്ടത്തിന് വെളിപ്പെടുത്തുന്നവരാണ് അന്ത്യകാല പ്രേക്ഷിതർ. ഹല്ലേലൂയ. ഈ ചൈതന്യത്താൽ ഞാനും നിങ്ങൾ നിറയപ്പെടുവാനാണ് പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നത്, പരിശുദ്ധ ത്രിത്വം ആഗ്രഹിക്കുന്നത്.
എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മളിത് മനസ്സിലാകാതെ പോകരുത്. നമ്മൾ കുറേ വചനങ്ങൾ കേൾക്കുന്നു, കുറേ പ്രബോധനങ്ങൾ ലഭിക്കുന്നു, അതുകൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കരുത്. എന്തിനാണ് സ്വർഗം ഈ ശുശ്രൂഷ ഒരുക്കി തന്നിരിക്കുന്നത്? നമ്മൾ ഈ ചൈതന്യങ്ങളിൽ, ഈ അന്ത്യകാല പ്രേക്ഷിതരുടെ ഈ ചൈതന്യത്താലും കൃപകളാലും നിറഞ്ഞ് ജീവിക്കുവാനും ഈ തലമുറയെ കർത്താവിനായി വീണ്ടെടുക്കുവാനുമാണ്. അങ്ങനെ കർത്താവിൻ്റെ പ്രത്യാഗമനത്തിനായി ലോകത്തെ സഭയെ ഒരുക്കുക. ഇതാണ് നമ്മുടെ ദൗത്യം. ഇതാണ് നമ്മുടെ ദൗത്യം. അതാണ് വചനം പറയുന്നത്. ഇപ്പോഴെങ്കിലും ഈ സമയം തിരിച്ചറിഞ്ഞ് നമ്മുടെ സമൂഹത്തിൽ നടമാടുന്ന ഈ മ്ലേച്ഛതകളും ദൈവനിഷേധവും ദൈവദൂഷണവും മതപീഡനവും എന്ന് വേണ്ട, ഇതെല്ലാം കാണുമ്പോഴെങ്കിലും കർത്താവ് പറയുക, എൻ്റെ ജനമേ, നിങ്ങൾ നെടുവീർപ്പോടെ നിലവിളിക്കുക, ഉപവാസത്തോടും വലിയ വിലാപത്തോടും കൂടെ എൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരിക. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഓ, എത്ര ശക്തമാണ് കർത്താവിന്റെ വചനം. ദാനിയേൽ പ്രവചനം 6:23. അവിടെ ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്? അപ്പോൾ രാജാവ് അത്യധികം സന്തോഷിച്ച് ദാനിയേലിനെ കുഴിയിൽ നിന്ന് വചനം ദാനിയേൽ പ്രവചനം അവിടെ 8-ാം അധ്യായം 8-ാം അധ്യായം 23-ാമത്തെ വചനം വായിച്ചേ. അവരുടെ ഭരണത്തിന്റെ അവസാന ഘട്ടത്തിൽ കണ്ടു, ഈ ഒരു കാലഘട്ടത്തെയാണ് അവിടെ പ്രവാചകനായ ദാനിയേലിലൂടെ പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നത്. അവരുടെ ഭരണം, എതിർ ക്രിസ്തുവിന്റെ ഒരു ഭരണമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഭരണത്തിന് അവസാന നാളുകളിൽ പാപികളുടെ അതിക്രമം പൂർണ്ണരൂപം പ്രാപിക്കുമ്പോൾ, അതിക്രമങ്ങള്, മ്ലേച്ഛതകള്, പാപത്തിന്റെ ആ മാലിന്യം പൂർണ്ണ രൂപം പ്രാപിക്കും. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഈ അനീതിയും അക്രമവും ചതികളും മ്ലേച്ഛതകളും അരാജകത്വങ്ങളും പീഡനങ്ങളും എന്തുകൊണ്ട് കർത്താവേ ഇതെല്ലാം അങ്ങ് അനുവദിക്കുന്നത്? എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? കർത്താവിന്റെ പരിശുദ്ധ വചനം പറയുക, പാപം അതിന്റെ പൂർണ്ണ രൂപം പ്രാപിച്ചിരിക്കുന്ന സമയമാണിത്. പാപം, അതിന്റെ അതിക്രമങ്ങൾ, പാപങ്ങൾ, മ്ലേച്ഛതകൾ അതിന്റെ പൂർണ്ണ രൂപം പ്രാപിച്ചിരിക്കുന്ന നാളുകളാണിത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന്റെ ജനം പ്രാർത്ഥനയിലേക്കും പരിഹാര രൂപിയിലേക്കും കടന്നു വരുവാൻ സ്വർഗം നമ്മോട് ആവശ്യപ്പെടുകയാണ്. മനസ്സിലാകുന്ന വൃക്ഷത്തിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമ്മളിത് മനസ്സിലാക്കണം. ഇത് പരിഹാരത്തിന്റെ നാളുകളാണ്. ഇത് മനസ്സിലാക്കിയിട്ട് ആ നാളുകളിൽ പ്രവാചകനായ ദാനിയേൽ എന്തു ചെയ്തു? ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 3-ാം വചനത്തിൽ അവിടെ പ്രവാചകൻ എന്താ ചെയ്തത്? അപ്പോൾ ഞാൻ ചാക്കൊടുത്ത്, ഇന്ന് നമ്മൾ സഭയ്ക്ക് വേണ്ടി, നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി, തകരുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി, മാനസാന്തരമില്ലാതെ മാരക പാപത്തിൽ കഠിന ഹൃദയത്തിൽ ജീവിക്കുന്നവരുടെ അനുതാപത്തിനു വേണ്ടി, നിത്യരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഇതുപോലെ പരിത്യാഗങ്ങളെടുത്ത് നമ്മൾ പരിഹാരം ചെയ്ത് സ്പിരിറ്റ് ഓഫ് പെനൻസ്, പ്രാശ്ചിത്ത അരൂപിയിൽ നിറഞ്ഞ് ജീവിക്കേണ്ട സമയമാണ് സഹോദരങ്ങളെ. ഇത് പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? അന്ത്യകാല പ്രേക്ഷിതരുടെ ചൈതന്യം അതാണ്. പരിശുദ്ധ അമ്മ മാതാവിൽ വെളിപ്പെട്ട ചൈതന്യം ഇതാണ്. അമ്മ പരിഹാരത്തിന്റെയും പരിത്യാഗത്തിന്റെയും പ്രാർത്ഥനയുടെയും ആൾ രൂപമായിരുന്നു നമ്മുടെ പരിശുദ്ധ അമ്മ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, ദാനിയേൽ ചാക്കെടുത്ത് ചാരം പൂശി ഉപവസിച്ച് ദൈവമായ കർത്താവിനോട് തീഷ്ണമായി പ്രാർത്ഥിച്ചു. സഹോദരങ്ങളെ, പ്രവാചകനായ ദാനിയേൽ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചത്? ഭൗതിക നന്മകൾക്ക് വേണ്ടിയല്ല, അവന്റെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. ഇതെല്ലാം നമുക്ക് ആവശ്യമാണെന്ന് നമ്മുടെ കർത്താവിനറിയാം. അവൻ പ്രാർത്ഥിച്ചത് തൻ്റെ ജനത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി.
തൻ്റെ ജനത്തിന് പാപമോചനമുണ്ടാകുവാൻ, തൻ്റെ ജനം നവീകരിക്കപ്പെടുവാൻ, തൻ്റെ ജനം നശിച്ചു പോകാതിരിക്കുവാൻ, അവർ അനുതാപത്തോടെ കർത്താവിലേക്ക് മടങ്ങി വരുവാൻ പ്രവാചകനായ ദാനിയേൽ ദൈവജനത്തിന് വേണ്ടി മധ്യസ്ഥം വഹിച്ച് ചാക്കെടുത്ത് ചാരം പൂശി ഉപവസിച്ച് ദൈവസന്നിധിയിൽ നിലവിളിയോടെ പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതുപോലെ ഞാനും നിങ്ങളും നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നശിക്കുന്ന അസംഖ്യം ആത്മാക്കൾക്ക് വേണ്ടി, തകരുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി, വിച്ഛേദിക്കപ്പെടുന്ന ബന്ധങ്ങൾക്ക് വേണ്ടി, ആത്മീയ മന്ദതയിലും ജഡപാപങ്ങളിലും മാനസാന്തര നഷ്ടപ്പെട്ടു പോയ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി പരിഹാരം ചെയ്ത് പ്രായശ്ചിത്തം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കേണ്ട നാളുകൾ. ലേവ്യ പുസ്തകം, ആ വചനം കൂടി നിങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിച്ച്, ലേവ്യ പുസ്തകം 26-ാം അധ്യായം 40-41 വചനങ്ങൾ നമുക്ക് പെട്ടെന്ന് വചനം ഒന്ന് ശ്രദ്ധിക്കുക. അവർ എന്നോട് കാണിച്ച അവിശ്വസ്തതയും എനിക്കെതിരായി പ്രവർത്തിച്ച തിന്മകളും ഏറ്റുപറയട്ടെ. ഇന്ന് കർത്താവിന് നമ്മോട് ഇതാ പറയാനുള്ളത്. നമ്മൾ വ്യക്തിപരമായി കർത്താവിനോട് കാണിച്ച അവിശ്വസ്തത, കുടുംബമായി കാണിച്ച അവിശ്വസ്തതകൾ, സമൂഹമായി കാണിച്ച അവിശ്വസ്തതകൾ, ഈ അവിശ്വസ്തതകളെയും അതിക്രമങ്ങളെയും പ്രതി എന്ത് ചെയ്യാനാ പറയുന്നത്? കർത്താവിന്റെ മുൻപിൽ അത് ഏറ്റുപറയണം. അതിന്റെ അവസാന ഭാഗത്ത് വരികയാ, തങ്ങളുടെ അപരിചേചിതമായ ഹൃദയം വിനീതമാക്കി പ്രായശ്ചിത്തം അനുഷ്ഠിച്ചാൽ, നമ്മളിതെന്ന് ചെയ്യാം, പ്രായശ്ചിത്തം അനുഷ്ഠിച്ചാൽ സ്പിരിറ്റ് ഓഫ് പെനൻസ്, അന്ത്യകാല പ്രേക്ഷിതരുടെ ചൈതന്യം ഈ പ്രായശ്ചിത്ത രൂപിയുടെ ചൈതന്യമാണ്. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ ചൈതന്യമാണ്. നമ്മുടെ താപസ പിതാക്കന്മാർ നിറഞ്ഞ ചൈതന്യം ഇതാണ്. അനേകം വിശുദ്ധാത്മാക്കളിൽ നിറഞ്ഞ ചൈതന്യം ഇതാണ്. സ്പിരിറ്റ് ഓഫ് പെനൻസ്, പ്രായശ്ചിത്തത്തിന്റെ രൂപി. ഇത് പറയുമ്പോൾ ശക്തമായ ഒരു അഭിഷേകം വ്യാപരിക്കുക. സ്തുതിക്കുന്നു കർത്താവേ. സ്പിരിറ്റ് ഓഫ് പെനൻസ് ആയിരങ്ങളിലേക്ക് പകരുക. പ്രായശ്ചിത്തത്തിന്റെ അരൂപിയെ, സ്പിരിറ്റ് ഓഫ് പെനൻസിനെ അനേകരിലേക്ക് പകരുക. റിലീസ്. സ്തുതിക്കുന്നു. നീ പ്രായശ്ചിത്തം അനുഷ്ഠിച്ചാൽ, കർത്താവ് എന്താ പറയുന്നത്? ഞാൻ യാക്കോബിനോടും ഇസഹാക്കിനോടും അബ്രാഹത്തിനോടും ചെയ്ത ഉടമ്പടി ഞാൻ ഓർക്കും, ദേശത്തെ അനുസ്മരിക്കുകയും ചെയ്യും. 43-ാം വചനം ഡിസ്പ്ലേ ചെയ്തോ. 43-ാം വചനം, അവർ ഒഴിഞ്ഞു പോകുക നിമിത്തം പാഴായി കിടക്കുമ്പോൾ നാട് അതിന്റെ സാപത്തിൽ സന്തോഷിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? അവർ തങ്ങളുടെ അകൃത്യങ്ങൾക്ക് പരിഹാരം ചെയ്യണം. പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം. കർത്താവ് കുരിശിൽ നേടിത്തന്ന പരിഹാര ബലിയോട് ചേർന്ന് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി, ലോകത്തിന് വിശുദ്ധീകരണത്തിന് വേണ്ടി ഇനി സഭയിൽ താപസ പ്രായശ്ചിത്ത ആത്മാക്കൾ ഉണ്ടാകണം. ഹല്ലേലൂയ. ഇത് പരിശുദ്ധ ത്രിത്വത്തിന്റെ ആഗ്രഹമാണ്. ബഹുമാനപ്പെട്ട സേവ്യർക്ക മട്ടാലിച്ചിനോർത്ത് നന്ദി പറയുന്നു. ചെന്ന കർത്താവ് കൊടുത്ത ആ മൊണോസ്ട്രി ലൈഫ്, ആ താപസ ജീവിതം, താപസ പ്രായശ്ചിത്ത അരൂപിക്ക് അനുയോജ്യമായൊരു ജീവിതം, അത് സഭയ്ക്ക് ഇനി ആവശ്യമാണ്. സുഖാരൂപിയിൽ നിന്ന്, ജഡാരൂപിയിൽ നിന്ന് നമ്മൾ പുറത്തു വരേണ്ട സമയമായി. അത് നമ്മളെ തളർത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ ബലം, ശക്തി ഇന്ന് കെട്ടുപോകുന്നതിന് കാരണം എന്താ സഹോദരങ്ങളെ? ഈ പ്രായശ്ചിത്ത രൂപി നഷ്ടപ്പെട്ടു പോയി നമുക്ക്. കർത്താവ് പറയാ, നീ അത് ചെയ്യണം. അപ്പോ അന്ത്യകാല പ്രേക്ഷിതർ, അവർ പ്രാർത്ഥനയുടെയും പരിഹാരത്തിൻ്റെയും ചൈതന്യം അനേകർക്ക് പകർന്നു കൊടുക്കുന്നവരും
ഈ കാലം അതിനുള്ള സമയമാണെന്ന് അനേകരെ ബോധ്യപ്പെടുത്തുന്നവരാണ്. അന്ത്യകാല പ്രേക്ഷിതരുടെ പ്രധാന ചൈതന്യം അതാണ്. ഇത് പ്രാർത്ഥനയുടെയും പരിഹാരത്തിന്റെയും നാളുകളാണെന്ന് ഈ തലമുറയെ ബോധ്യപ്പെടുത്തുന്നു. ഇരുകരങ്ങൾ ഇതിന് 3 പ്രാവശ്യം സ്പിരിറ്റ് ഓഫ് പ്രയർ, സ്പിരിറ്റ് ഓഫ് പെനൻസ് നമ്മളിൽ നിറയുവാൻ, പ്രാർത്ഥനയുടെ പ്രാചീനത്തിന്റെ രൂപി നമ്മളിൽ നിറയുവാൻ കരങ്ങൾ ഉയർത്തി 3 പ്രാവശ്യം ഉച്ചത്തിൽ വിളിച്ച പരിശുദ്ധാത്മാവേ, ഒന്ന് സ്നേഹത്തോടെ വിളിച്ച പരിശുദ്ധാത്മാവേ, സംഘം തുറന്ന് വിളിക്കുന്ന പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ റൂഹായേ, ദൈവത്തിന്റെ ആത്മാവേ, പ്രാർത്ഥനയുടെ ആത്മാവായി നിറയുക, പ്രാചിത്വത്തിന്റെ ആത്മാവായി നിറയുക, പരിഹാരത്തിന്റെ രൂപിയായി നിറയുക. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കെട്ടുകളഴിയട്ടെ, ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ, കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ലോർഡ് ബ്ലെസ്, ബ്ലെസ്, ബ്ലെസ്. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. Thank you, Jesus. Thank you, Jesus. കാലത്തിന്റെ അടയാളങ്ങളിലൂടെ ദൈവം തരുന്ന മുന്നറിയിപ്പുകളിൽ 4ാമത്തെ ഒരു മുന്നറിയിപ്പ് എന്താണ്? ഈ സമയം സുവിശേഷവൽക്കരണത്തിനുള്ള സമയമാണ്. ഇത് ഇവാഞ്ചലൈസേഷനുള്ള സമയമാണ് സഹോദരങ്ങളെ. അനേക ആത്മരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഉണർന്ന് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട സമയം. കർത്താവിന്റെ പരിശുദ്ധ വചനം പറയുന്നു, വെളിപാട് പുസ്തകം 10-ാം അധ്യായം 6-ാം വചനം. നിങ്ങളെല്ലാവരും വചനം ഒന്ന് ശ്രദ്ധിക്കണമേ. അവിടെ യോഹന്നാൻ ശ്ലീഹ കാണുകയാണ്, ആകാശവും അതിലുള്ളവയും ഭൂമിയും അതിലുള്ളവയും സമുദ്രവും അതിലുള്ളവയും സൃഷ്ടിച്ച നിത്യം ജീവിക്കുന്നവന്റെ നാമത്തിൽ ആണയിട്ട് ആ ദൂതൻ വിളിച്ചു പറയുകയാണ്, ഇനി കാലവിളംബം ഉണ്ടാവുകയില്ല, ഇനി കാലവിളംബം ഉണ്ടാവുകയില്ല, ഇനി കാലതാമസം ഉണ്ടാവുകയില്ല. എൻ്റെ സഹോദരങ്ങളെ, കാലത്തിന്റെ അടയാളങ്ങളിലൂടെ സ്വർഗം നമുക്ക് തരുന്ന ശക്തമായ മുന്നറിയിപ്പ് എന്താണ്? This is a time for the evangelization. ഇത് സുവിശേഷവൽക്കരണത്തിനുള്ള സമയമാണ്. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, ആത്മാക്കളുടെ വീണ്ടെടുപ്പിനായി നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം, നമ്മുടെ സമൂഹം, നമ്മെ ഓരോരുത്തരെയും കർത്താവിനായി സമർപ്പിക്കേണ്ട സമയമാണ്. ഇതൊരു കമ്മിറ്റ്മെന്റിനുള്ള സമയമാണ്, ഒരു കമ്മിറ്റ്മെന്റിനുള്ള സമയം. ജീസസ്, നമ്മൾ വഴിതെറ്റി പോകരുത്, നമ്മൾ വ്യതിചലിച്ചു പോകരുത്. അന്ത്യകാല പ്രേക്ഷിതരെ, എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് മാർഗഭ്രംശം സംഭവിക്കരുത്. ജീസസ്, ഓ ജീസസ്, ജീസസ്. സുവിശേഷ വേലയ്ക്കായി സ്വർഗം തെരഞ്ഞെടുത്ത പലരും ഇന്ന് ആ വേല നിർത്തി മറ്റിടങ്ങളിൽ. നമുക്ക് 100 കാര്യങ്ങളുണ്ട്. നമുക്ക് ജീവിക്കേണ്ട കുടുംബമില്ലേ, മക്കളില്ലേ, ജീവിക്കാൻ പണം വേണ്ടേ, കാര്യങ്ങൾ നടത്താൻ പണം വേണ്ടേ? ശരിയ സഹോദരങ്ങളെ, പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മെ വിളിച്ച കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. അവൻ വാക്കു പറഞ്ഞ് ചതിക്കുന്നവനല്ല. അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നുണ്ട്. ഒരിക്കലൊരു മിഷണറി പറഞ്ഞ അനുഭവം ഞാൻ ഓർക്കുകയാണ്. ഒന്നെങ്കിൽ കർത്താവ് ആഹാരത്തിനുള്ള വക തരും, അല്ലെങ്കിൽ കർത്താവ് പട്ടിണി കിടക്കാനുള്ള കൃപ തരും. ഇതിലെന്തെങ്കിലും ഒന്നും നടക്കും. ഞാൻ വിശ്വസിക്കുന്നു ആഹാരത്തിനുള്ള വക തരും. സിംഹക്കുട്ടികൾ ഇരക്കിട്ടാതെ വിശന്നു വലഞ്ഞാലും കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. വിശ്വസ്തനായ ദൈവം, വിശ്വസ്തനായ ദൈവം, അവനത്രേ നമ്മെ വിളിച്ചിരിക്കുന്നത്. സഹോദരങ്ങളെ, വ്യതിചലിച്ചു പോകരുത്, തണുത്തു പോകരുത്. നമ്മുടെ ഊർജം കെട്ടുപോകാൻ ഒന്നിനെയും അനുവദിക്കരുത്. ഇനി കാലതാമസം ഉണ്ടാവുകയില്ല. കർത്താവ് പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 4:35, ആ വാക്യം ഒന്ന് പെട്ടെന്ന് വായിച്ച്. 4 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പിന് സമയമായി എന്ന് നിങ്ങൾ പറയുന്നു.
എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വയലുകളിലേക്ക് നോക്കുവിൻ. അവ ഇപ്പോൾ തന്നെ വിളഞ്ഞു കൊയ്ത്തിന് പാകമായിരിക്കുന്നു. ഇത് വിളവെടുപ്പിന്റെ സമയമാണ്. ഇത് കൊയ്ത്തിനുള്ള സമയമാണ്. സുവിശേഷവൽക്കരണത്തിനുള്ള സമയം. ഓരോ ദിനവും അസംഖ്യം ആത്മാക്കളാണ് നിത്യനാശത്തിലേക്ക് പോകുന്നത്. സഹോദരങ്ങളെ, പണം കൊണ്ടും സാധ്യത കൊണ്ടും കഴിവ് കൊണ്ടും അവസരം കൊണ്ടും നമ്മുടെ ജീവിതം കൊണ്ടും നമ്മൾ സുവിശേഷ വേല ചെയ്യണം. നമ്മുടെ അലസത, നമ്മുടെ അനാസ്ഥ, നമ്മുടെ നിസ്സംഗത, നമ്മുടെ ആത്മീയ മന്ദോഷത അനേകം ആത്മാക്കളെ നിത്യനാശത്തിലേക്ക് നയിക്കുന്നു. ഇനി കാലവിളംബം ഉണ്ടാവുകയില്ല. കർത്താവിന്റെ വചനം പഠിപ്പിക്കുക. ദിസ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. എന്തുകൊണ്ട് കർത്താവിന്റെ പ്രത്യാഗമനം വൈകുന്നത്? കർത്താവ് ആ കാര്യം മറന്നു പോയിട്ടാണോ? അല്ല സഹോദരങ്ങളെ, ലാക്ക് ഓഫ് ഇവാഞ്ചലൈസേഷൻ, സുവിശേഷവൽക്കരണത്തിന്റെ അഭാവമാണ്. അതിനായി വിളിക്കപ്പെട്ടവരെ ലക്ഷ്യം തെറ്റിപ്പോയി, ഫോക്കസ് മാറി, പ്രയോറിറ്റി മാറി, ഇൻട്രസ്റ്റുകൾ മാറി. നമ്മൾ മറ്റു പലതിലും ശ്രദ്ധ കൊടുത്ത് യഥാർത്ഥ സ്പിരിറ്റ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതോട് നമ്മൾ നശിച്ചുകൊണ്ടിരിക്കും. നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുക, തകർന്നുകൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ സമൂഹങ്ങൾ. എന്താ ഇതിന് കാരണം? നമ്മൾ വിളിയിൽ നിന്ന് വ്യതിചലിച്ചു പോയിരുന്നു. വിളിയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു. കർത്താവ് പറയാണത് വിളവെടുപ്പിനുള്ള സമയമാണ്. വിളവെടുപ്പിനുള്ള സമയം. അതുകൊണ്ട് എന്ത് ചെയ്യണം? മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 9, 10, 11 വചനങ്ങൾ നമുക്ക് പെട്ടെന്ന് വചനം വായിക്കാം. അതിനാൽ നിങ്ങൾ വഴിക്കവലകളിൽ ചെന്ന് അവിടെ കണ്ടെത്തുന്നവരെയെല്ലാം വിവാഹ വിരുന്നിന് ക്ഷണിക്കുവിൻ. കുഞ്ഞാടിന്റെ വിവാഹ വിരുന്നിന് ക്ഷണിക്കുവിൻ. അതാണ് ഇവാഞ്ചലൈസേഷൻ, അതാണ് സുവിശേഷവൽക്കരണം. അവരെ നിത്യജീവനിലേക്ക് നയിക്കുക. കർത്താവ് നേടിത്തന്ന ഇറ്റേണൽ സാൽവേഷൻ, ആ നിത്യരക്ഷയിലേക്ക് ഈ കാലഘട്ടത്തെ നയിക്കുവാൻ വിളിക്കപ്പെട്ടവരല്ലേ നമ്മൾ. വീണ്ടും വചനം പറയുന്നു, ആ ഭൃത്യന്മാർ നിരത്തുകളിൽ വഴിയോരങ്ങളിൽ ചെന്ന് ദുഷ്ടരും ശിഷ്ടരും ഉൾപ്പെടെ കണ്ടെത്തിയവരെയെല്ലാം വിളിച്ചുകൂട്ടി. അങ്ങനെ വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞു. വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞപ്പോൾ 11-ാമത്തെ വചനം എന്താ പഠിപ്പിക്കുന്നത്? അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളി. ശ്രദ്ധിക്കണമേ, എപ്പോഴാണ് രാജാവ് എഴുന്നള്ളിയത്? വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞപ്പോൾ. എന്റെ സഹോദരങ്ങളെ, ഏതാണ് ഈ വിരുന്നുശാല? അത് സ്വർഗരാജ്യമാണ്. ഏതാണ് ഈ അതിഥികൾ? അത് കർത്താവിന്റെ ആത്മാക്കളാണ്. നമ്മൾ ശ്രദ്ധിക്കണം. കർത്താവ് തെരഞ്ഞെടുത്ത ആത്മാക്കൾ അവർ ഈ നിത്യരക്ഷയുടെ അനുഭവം സ്വന്തമാക്കുമ്പോഴാണ് കർത്താവിന്റെ പ്രത്യാഗമനം സംഭവിക്കും. വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറയണം. വിരുന്നുശാല നിറഞ്ഞിട്ടില്ല. അത് അതിഥികളെ കൊണ്ട് നിറയ്ക്കുന്ന ശുശ്രൂഷയാണ് ഇവാഞ്ചലൈസേഷൻ. അതാണ് സുവിശേഷവൽക്കരണം. സഹോദരങ്ങൾ, ഇതിനായി വിളിക്കപ്പെട്ടവരാ നമ്മൾ. അന്ത്യകാല പ്രേക്ഷിതരുടെ ചൈതന്യം ഇതാണ്. പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം രൂപപ്പെടുത്തിയ അമ്മയുടെ പൊന്നോമന മക്കള്, പരിശുദ്ധാത്മാവിന്റെ സൈന്യ നിര, അവർ ഈ ചൈതന്യത്തിന്റെ പ്രകാശമുള്ളവരാണ്. ഇവാഞ്ചലൈസേഷന് വേണ്ടി എന്ത് വില കൊടുക്കുവാനും ത്യാഗമെടുക്കുവാനും അതിനായി ജീവിതം മുറിയപ്പെടുവാനും ചതയ്ക്കപ്പെടുവാനും അതിനുവേണ്ടി എന്തുമാത്രം ചത്ത് ചെയ്യാനും തീരുമാനമുള്ള സമർപ്പണമുള്ള അമ്മ മാതാവിന്റെ വിശ്വസ്തരായ മക്കളാണ് അന്ത്യകാല പ്രേക്ഷിതർ. ഈ ചൈതന്യത്തിലേക്കാണ് സഹോദരങ്ങളെ സ്വർഗം നമ്മെ വിളിക്കുന്നത്. വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞപ്പോൾ അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ
രാജാധിരാജൻ ആമേൻ മഹിമയോടെ വാനമേഘത്തിൽ എപ്പോൾ വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറയുമ്പോൾ അപ്പൊ നമ്മുടെ ദൗത്യം എന്താണ്? നമ്മുടെ മിഷൻ എന്താണ്? നമ്മുടെ കോൾ എന്താണ്? നമ്മുടെ തെരഞ്ഞെടുപ്പ് എന്താണ്? സ്വർഗത്തെ നിറയ്ക്കുന്നവരാകുക, ആത്മാക്കളെ നേടുന്നവരാകുക, ആത്മാക്കളെ വീണ്ടെടുക്കുന്നവരാകുക, ആത്മാക്കളെ നിത്യരക്ഷയിലേക്ക് നയിക്കുന്നവരാകുക. അതാണ് അന്ത്യകാല പ്രേക്ഷിതരുടെ ചൈതന്യം. കാലത്തിന് അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ ഒരു ചൈതന്യത്തിൽ നിറയണം. ആത്മീയമായ ഒരുക്കത്തിന്റെ സമയം, അനുതാപത്തിന്റെയും മാനസാന്തരത്തിനുമുള്ള സമയം, പ്രാർത്ഥനയുടെയും പരിഹാരത്തിന്റെയും സമയം, സുവിശേഷവൽക്കരണത്തിനുള്ള സമയം. കാലത്തിന്റെ അടയാളങ്ങളിലൂടെ ദൈവം തരുന്ന മുന്നറിയിപ്പുകൾ ഇതൊക്കെയാണ് സഹോദരങ്ങളെ. നിത്യജീവന് വേണ്ടി അധ്വാനിക്കേണ്ട സമയം. ഈ സത്യം മനസ്സിലാക്കി നമുക്ക് ഈ ചൈതന്യത്താൽ നിറയുവാൻ പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്നിടത്ത് കാര്യങ്ങളൊന്ന് കോർത്ത് പിടിച്ച് കൊയ്ത്തുകാല വേലയ്ക്കായി ആയുധങ്ങൾ മൂർച്ചയേറ്റ് അന്ത്യകാല പ്രേക്ഷിതരുടെ വരികളൊന്ന് പാടുകയാണ്. അതിനുശേഷം നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ 30-ാം ദിനത്തിലെ ശുശ്രൂഷകളിൽ ഈ അന്ത്യകാല പ്രേക്ഷിതരുടെ ചൈതന്യത്തിൽ നമ്മൾ പ്രകാശിതരാകാം. യെസ്, കാര്യങ്ങളൊന്ന് കോർത്ത് പിടിച്ച് എല്ലാവരും ഒരുമിച്ചൊന്ന് പാടിക്കുകയാണ്. കൊയ്ത്തുകാലവേലയ്ക്കായി ആയുധങ്ങൾ മൂർച്ചയേറ്റ സഹനതീയിൽ വെന്തുരുകി പാകമായവർ. കൊയ്ത്തുകാലവേലയ്ക്കായി ആയുധങ്ങൾ മൂർച്ചയേറ്റ സഹനതീയിൽ വെന്തുരുകി പാകമായവർ. ആത്മധൈര്യം കൈവിടാതെ ആത്മശക്തി ഏറ്റെടുത്ത് സ്വർഗത്തെ നിറച്ചിടുവാൻ യാഗമായ അവരാണ് അന്ത്യകാല പ്രേക്ഷിതർ. ആത്മധൈര്യം കൈവിടാതെ ആത്മശക്തി ഏറ്റെടുത്ത് സ്വർഗത്തെ നിറച്ചിടുവാൻ യാഗമായവർ. സ്വർഗത്തെ നിറച്ചിടുവാൻ യാഗമായവർ. അന്ത്യകാല പ്രേക്ഷിതർ അവർ സ്വർഗത്തെ നിറയ്ക്കുന്നവരാണ്, നരകത്തെ കൊള്ളയടിക്കുന്നവരാണ്, അവർ ആത്മാക്കളെ വീണ്ടെടുക്കുന്നവരാണ്. നമുക്ക് ഈ ചൈതന്യത്തിൽ നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കുക, മക്കളെ സമർപ്പിക്കുക, നമ്മുടെ വ്യക്തി ജീവിതത്തെ സമർപ്പിക്കുക, നമ്മുടെ സമ്പത്ത്, നമ്മുടെ അവസരങ്ങൾ, സാധ്യതകളെല്ലാം കർത്താവിനായി സമർപ്പിക്കുക. ആമേൻ. സഹോദരങ്ങളെ, 1-2 കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾ അറിയിക്കുകയാണ്. ഈ വരുന്ന ജൂലൈ 30-ാം തീയതി മുതൽ ടീം ഷെക്കേനയുടെ നേതൃത്വത്തിൽ ഡുനാമിസ് പവർ ധ്യാനം, പരിശുദ്ധാത്മാവിൻ്റെ അസൈന്യ നിരയെ ഈ കാലഘട്ടത്തിന് വേണ്ടി രൂപപ്പെടുത്തുന്ന, കർത്താവിൻ്റെ തീഷ്ണതയ്ക്കൊത്ത വിധം ജീവിക്കുന്ന, പ്രവർത്തിക്കുന്നൊരു സമൂഹത്തെ പരിശുദ്ധാത്മാവ് രൂപപ്പെടുത്തുന്ന ധ്യാന ശുശ്രൂഷയാണ് ഡുനാമിസ് പവർ. നിങ്ങൾ സമയം കണ്ടെത്തി ഈ ധ്യാനത്തിൽ കടന്നു വരാൻ ശ്രദ്ധിക്കണം. ഇന്നും നാളെയും തുറന്നുള്ള ദിനങ്ങളിലായിട്ട് നമ്മൾ ആ സീറ്റുകൾ ബുക്ക് ചെയ്യുക. അതിൻ്റെ കോൺടാക്റ്റ് നമ്പറുകൾ ഇവിടെയുണ്ട്. അതുപോലെ നമ്മുടെ ഷെക്കേന ന്യൂസിൻ്റെ വെബ്സൈറ്റിൽ കയറി നമുക്ക് ആ വെബ്സൈറ്റ് വഴി നമുക്ക് ആ ധ്യാനം രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അഭിയുന്ന പിതാക്കന്മാരും കർത്താവിൻ്റെ അഭിഷിക്ത വൈദികരും ആത്മായ പ്രേക്ഷിതരും ചേർന്ന് ഒരുമിച്ചുള്ള ഒരു ധ്യാന ശുശ്രൂഷയാണ് ഡുനാമിസ് പവർ. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ മുരിങ്ങൂര് വെച്ചാണ് നടത്തപ്പെടുന്നത്. ഈ അടുത്ത ഞായറാഴ്ച വൈകിട്ട് 4 മുതൽ വെള്ളിയാഴ്ച ഓഗസ്റ്റ് 4 വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് തീരും. നിങ്ങളേവരെ ഈ ധ്യാനത്തിൽ പ്രത്യേകമായി ക്ഷണിക്കുകയാണ്. നമുക്കൊരുമിച്ച് അവിടെ കടന്നു വരാം, നമുക്കൊന്നിച്ച് കാണാം, നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം, കർത്താവിനെ ആരാധിക്കാം, കാലഘട്ടത്തിന് അഭിഷേകം സ്വന്തമാക്കി പരിശുദ്ധാത്മാവിൻ്റെ സൈന്യമായി നമുക്ക് രൂപാന്തരപ്പെടാം. ഒപ്പം തന്നെ സഹോദരങ്ങളെ, നിങ്ങൾ ഈ മാധ്യമ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ കുറച്ച് നാളുകളായി നിരന്തരം പറയുന്നൊരു കാര്യമാണ് നമ്മുടെ ക്യാൻറ്റീൻ വർക്ക്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ പൂർത്തിയായി, എങ്കിലും ഇനിയും നമുക്ക് കുറച്ച് വർക്കും കൂടി ചെയ്യാനുണ്ട്. അതിൻ്റെ മുകളിൽ തന്നെ വാർപ്പ് കാര്യങ്ങൾ,
അതുപോലെ നമുക്ക് കണ്ട് അതിൻ്റെ വർക്കുകൾ ഇവിടം വരെ എത്തി. ഇതെന്ത് ക്യാൻറ്റീനാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത് സഹോദരങ്ങളെ. കാരണം താഴെ ക്യാൻറ്റീനും അത് കഴിഞ്ഞ് നമ്മുടെ സ്റ്റാഫുകൾക്ക് താമസിക്കാനുള്ള കുറച്ച് സൗകര്യങ്ങൾ, ഒപ്പം തന്നെ അഭിമന്യ പിതാക്കന്മാർ, വന്യ വൈദികർ അവരെല്ലാം കടന്നു വരുമ്പോൾ അവർക്ക് താമസിക്കുവാനും നല്ലൊരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ചെറിയൊരു സൗകര്യമാണ് അവിടെ ഒരുക്കുന്നത്. നിങ്ങൾ നോക്കി ആ മുകളിലത്തെ നില, അതാണ് സ്റ്റാഫുകൾ താമസിക്കാൻ പോകുന്നത്. ഏകദേശം 1,00,000 രൂപ വാടക വരുന്നുണ്ട് ഇപ്പോൾ. അത് ഇല്ലാതാക്കി നമുക്കതെല്ലാം കൃത്യതയോടുകൂടി നമ്മുടെ ഈ മീഡിയ കോംപ്ലക്സിൻ്റെ അരികിൽ തന്നെ നമ്മളിതൊക്കെ രൂപപ്പെടുമ്പോൾ നമുക്കൊരു ബ്ലെസ്സിങ് ആണ്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇത് കർത്താവിൻ്റെ ശുശ്രൂഷയാണ്, നിങ്ങൾ സഹായിക്കണം. ഒത്തിരി കഷ്ടപ്പാടുണ്ട് ഈ സമയത്ത്, നമുക്ക് പലർക്കുണ്ട്. നമ്മളൊരു പഞ്ഞത്തിൻ്റെ ഒരു സമയമാണ്. എങ്കിലും പ്രിയപ്പെട്ടവരെ, കർത്താവിനെ നമ്മളെ പരിപാലിക്കുവാൻ ഒരു സമയവും അതിനെ തടസ്സമല്ല. അതുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് പോലെ നിങ്ങൾ ഈ ശുശ്രൂഷയെ സഹായിക്കണം, പ്രാർത്ഥിക്കണം. അനേകരുടെ നിങ്ങളിതിനെക്കുറിച്ച് പങ്കുവെക്കണം. നമ്മളെല്ലാവരും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് മുട്ടുകുത്തി നിന്ന് അൾത്താരയിലേക്ക് നമ്മുടെ കരങ്ങൾ തുറന്നു പിടിച്ച് പരിശുദ്ധ കുർബാനയായി രാജാതി രാജാവ് വരുന്ന ഈശോയെ നമ്മൾ ഒന്നിച്ച് ആരാധിക്കുകയാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ലക്ഷ്യമാക്കി ജീവിതം ക്രമപ്പെടുത്തി ലോകത്തെ നിസ്സംഗതയാൽ വീക്ഷിക്കുന്നവർ ആത്മനാഥനീശുവിന്റെ ആത്മഭാരമേറ്റെടുത്ത് ആത്മാക്കൾക്കായി വില കൊടുത്ത് വേല ചെയ്തവർ ആരാധന ആരാധന ഈശോ ആരാധന അൾത്താരയിലേക്ക് ഇരു കരങ്ങളും യാചനാപുരം തുറന്നു പിടിച്ച് ജീവിക്കുന്ന കർത്താവേ, ജീവനുള്ള ദൈവമേ, അന്ത്യകാല പ്രേക്ഷിത ചൈതന്യത്താൽ ഞങ്ങളെല്ലാം പൂരിതരാകുവാൻ കാലത്തിന്റെ അടയാളങ്ങളിലൂടെ ദൈവം നൽകുന്ന മുന്നറിയിപ്പുകൾ സ്വന്തമാക്കി ജീവിക്കുവാൻ, അനേകരിലേക്ക് അത് പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഒന്നിച്ച് ഈശോയെ ആരാധിക്കുന്നു. യേശു ദൈവപുത്രൻ, യേശു ദൈവപുത്രൻ, യേശു ദൈവപുത്രൻ, യേശു ദൈവപുത്രൻ. ആരാധന 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 പാടുന്നു. ആരാധന കൃപ തരണമേ, കൃപ വർഷിക്കണമേ. ഈശോയേ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മുടെ കരങ്ങളെ തുറന്നു പിടിച്ച് അന്ത്യകാല പ്രേക്ഷിതരുടെ നവമായ ചൈതന്യത്താൽ നിറയപ്പെടുവാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കാലത്തിന്റെ അടയാളങ്ങളിലൂടെ ദൈവം നൽകുന്ന മുന്നറിയിപ്പുകൾ സ്വന്തമാക്കി ജീവിക്കുവാനും അത് അനേകർക്ക് ഈ കാലഘട്ടത്തിന് വെളിപ്പെടുത്തുന്നവരുമായി മാറുവാനുള്ള ചൈതന്യം നമ്മിൽ നിറയുവാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇതെന്തിനുള്ള സമയമാണ്? ഈ സമയം എന്തിനാണ് ദൈവം തന്നിരിക്കുന്നത്? എൻ്റെ സഹോദരങ്ങളെ, ഇത് ആത്മീയമായ ഒരുക്കത്തിന്റെ സമയമാണ്. ഒരു വലിയ ആത്മീയ ഒരുക്കത്തിന്റെ സമയമാണിത്. അനുദപിക്കുവാനും മാനസാന്തരപ്പെടുവാനുള്ള സമയമാണ്. ആനുകാലിക സംഭവങ്ങളിലൂടെ കർത്താവ് തരുന്ന
മുന്നറിയിപ്പുകൾ തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ സ്വന്തം ജനമായ നമ്മെ അനുതപിച്ച് മാനസാന്തര കൃപയോടെ ജീവിക്കാനുള്ള സമയം. ഇത് പ്രാർത്ഥനയുടെയും പരിഹാരത്തിന്റെയും നാളുകളാണ്. പാപികളുടെ പാപം അതിന്റെ പൂർണ്ണ രൂപം പ്രാപിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ നെടുവീർപ്പോടും ഉപവാസത്തോടും വലിയ വിലാപത്തോടും കൂടെ എൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരണം. എൻ്റെ സഹോദരങ്ങളെ, ഈ നാളുകൾ അതിനുള്ള നാളുകളാണ്. കരങ്ങൾ തുറന്നു പിടിക്കാൻ നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഈ പ്രാശ്ചിത്തരൂപി സ്പിരിറ്റ് ഓഫ് പെനൻസ്, സ്പിരിറ്റ് ഓഫ് പെനൻസ്, സ്പിരിറ്റ് ഓഫ് റിപ്പന്റൻസ്, സ്പിരിറ്റ് ഓഫ് പ്രയർ, സ്പിരിറ്റ് ഓഫ് ഇവാഞ്ചലൈസേഷൻ ഞങ്ങൾക്ക് നൽകണമേ, നൽകണമേ. അന്ത്യകാല പ്രേക്ഷിതരുടെ ചൈതന്യം അതാണ്. കരങ്ങൾ തുറന്നു പിടിച്ച് പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കി നമ്മുടെ ഏക രാജാവും കർത്താവുമായ ഈശോയുടെ തിരുമുഖത്ത് കണ്ണുറപ്പിച്ച് ഹൃദയം തുറന്ന് എല്ലാം മറന്ന് ഒരു മനസ്സോട് ഒന്നിച്ച് നമ്മൾ വിളിക്കുന്നു, ഈശോയെ, ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള കർത്താവേ, ആരാധന 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 ആരാധന. പ്രബോധിക്കട്ടെ പ്രബോധിക്കട്ടെ പ്രബോധിക്കട്ടെ. കാലത്തിന്റെ അടയാളങ്ങളിലൂടെ ഞങ്ങൾക്ക് നൽകുന്ന മുന്നറിയിപ്പുകൾ സ്വന്തമാക്കി ജീവിക്കുവാൻ, അനേകർക്ക് വെളിപ്പെടുത്തുവാൻ കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ. അഭിഷേകം ചെയ്യണമേ. കരമേറ്റി വിളിക്കുന്ന ഈശോയെ, സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഇത് അതിസ്വാഭാവിക കൃപകൾ വെളിപ്പെടുന്നു. അനേകം കുടുംബങ്ങളിലേക്ക് ദൈവശക്തി ഇറങ്ങുന്നു. കെട്ടുകൾ അഴിയട്ടെ, കുരുക്കുകൾ അഴിയട്ടെ, ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ, അഭിഷേകം ഒഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ. കുടുംബങ്ങളിലേക്ക് അഭിഷേകം ഇറങ്ങട്ടെ. ഈശോയേ, ഈശോയിലൊരു പങ്കാളി, യേശുവിന്റെ പോരാളി. ഞാനും അതിലൊരു പങ്കാളി, യേശുവിന്റെ പോരാളി. ഞാനും അതിലൊരു പങ്കാളി, യേശുവിന്റെ പോരാളി. ഞാനും അതിലൊരു പങ്കാളി, യേശുവിന്റെ പോരാളി. പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിലെ നമ്മൾ കരങ്ങൾ പരസ്പരം കോർത്തു പിടിക്കുകയാണ്. മാതാപിതാക്കളും മക്കളും സഹോദരി സഹോദരങ്ങളെല്ലാം പരസ്പരം കരങ്ങൾ കോർത്തു പിടിച്ച്, ഉണർവോടെ കരങ്ങൾ കോർത്തു പിടിച്ച് ഒരു വ്യക്തി മറ്റേ വ്യക്തിയിലേക്ക് ദൈവശക്തി വ്യാപരിക്കുന്ന സമയം, നമ്മുടെ കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ മഹത്വം ഇറങ്ങുന്ന സമയം, കർത്താവിന്റെ തേജസ് ദിവ്യ കാരുണ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന സമയം, അനേകരെ അന്തികാല പ്രേക്ഷിത ചൈതന്യത്താൽ സ്വർഗ്ഗം മുദ്ര വെക്കുന്ന സമയം. റിലീസ്, പകരുക 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 പകരുക. ഈ ചൈതന്യത്താൽ സഭ നിറയുക, ഈ ചൈതന്യത്താൽ സഭ നിറയുക, ഈ ചൈതന്യത്താൽ നമ്മുടെ കുടുംബങ്ങൾ നിറയുക, സമൂഹങ്ങൾ നിറയുക, നമ്മുടെ കുഞ്ഞുങ്ങൾ നിറയുക, കൂട്ടായ്മകൾ നിറയുക. കരങ്ങൾ കോർത്തു പിടിച്ച്, കരങ്ങൾ കോർത്തു പിടിച്ച് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്, ഒന്നിച്ച് വിളിക്കുകയാണ്. കോർത്തു പിടിച്ച കരങ്ങൾ അല്പമൊന്ന് ഉയർത്തിപ്പിടിച്ച് ഒരു 3 പ്രാവശ്യം ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ, ജീവിക്കുന്ന ദൈവമേ. കരങ്ങൾ ഉയർത്തി കോർത്തു പിടിച്ച കരങ്ങൾ ഉയർത്തി പിടിച്ച് വിളിക്കുന്നു, ഈശോയേ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ കോർത്തു പിടിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, അന്ത്യകാല പ്രേക്ഷിതരുടെ ചൈതന്യത്താൽ സഭ നിറയുക. വൈദികർ, സമർപ്പിത സന്യസ്തർ, ആത്മായ പ്രേക്ഷിതർ, എല്ലാ കുടുംബങ്ങളും കൂട്ടായ്മകളും യുവജനങ്ങളും കുഞ്ഞുങ്ങളും എല്ലാം നിറയപ്പെടുവാൻ ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച്
നമ്മൾ ഒരുമിച്ച് പാടുകയാണ്. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, ആമേൻ. കൃപയുടെ ഉറവിടമേ, ഈശോ ഈശോ ഈശോ, കൃപയുടെ ഉടയവനേ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ. തിരുമുഖത്തേക്ക് നോക്കി, കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കി എല്ലാവരും ഏറ്റുപറഞ്ഞ് കണ്ണുനീരോടെ അന്ത്യകാല പ്രേക്ഷിതരുടെ ചൈതന്യം. മക്കൾക്ക് കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ മക്കൾക്ക്. ഓർത്തു പിടിച്ച കരങ്ങൾ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഈ ചൈതന്യം നമ്മുടെ കുടുംബങ്ങളിൽ നിറയുക. എല്ലാ മാതാപിതാക്കളും ആഗ്രഹിച്ച്, എല്ലാ ദമ്പതിമാരും, എല്ലാ കുഞ്ഞുങ്ങളും, എല്ലാ സഹോദരി സഹോദരങ്ങളും അംബികാന പ്രേക്ഷിതരുടെ ചൈതന്യം നമ്മുടെ കുടുംബങ്ങളിൽ നിറയുവാൻ, തലമുറയിൽ നിറയുവാൻ, കൂട്ടായ്മകളിൽ നിറയുവാൻ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നിറയുവാൻ, നമ്മുടെ സഭ മുഴുവനിലും നിറയുവാൻ ഓർത്തു പിടിച്ച കാര്യങ്ങൾ അല്പം ഉയർത്തിപ്പിടിച്ച് ഒന്നിച്ചു പാടുന്നു. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ മക്കൾക്ക്. ആഗ്രഹത്തോടെ ഈശോയേ, ഈശോയേ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ. കൃപ വേണമപ്പ ഈ മക്കൾക്ക്. അന്ത്യകാല പ്രേക്ഷിതരുടെ ചൈതന്യം നൽകണമേ. കാലത്തിന്റെ അടയാളങ്ങളിലൂടെ ദൈവം തരുന്ന മുന്നറിയിപ്പുകൾ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനും അത് അനേകർക്ക് വെളിപ്പെടുത്തുവാനുമുള്ള കൃപ തരണമേ, കൃപ തരണമേ, കൃപ തരണമേ. പരിശുദ്ധ അമ്മ മാതാവേ, അമ്മ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. അവസാന ശ്വാസം വരെ അമ്മയുടെ വിശ്വസ്ത മക്കളായി ഞങ്ങൾ ജീവിക്കുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. ആമേൻ, ആമേൻ. നമുക്ക് കരങ്ങൾ അല്പം ഒന്ന് തുറന്നു പിടിച്ച് ഹൃദയ നുറുക്കത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളും കൂട്ടായ്മകളെല്ലാം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുവാൻ നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുകയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വമേ, ഞാൻ അങ്ങയെ ഹൃദയപൂർവ്വം ആരാധിക്കുന്നു. അങ്ങേക്കെതിരെ നിന്ന, എതിർപ്പ്, സ്നേഹമില്ലായ്മ തുടങ്ങിയവ വഴിയായി ചെയ്യപ്പെടുന്ന എല്ലാ പാപങ്ങൾക്കും പരിഹാരമായി ലോകത്തിലെ സകല സക്രാരികളിൽ വസിക്കുന്ന യേശുവിന്റെ അമൂല്യമായ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും ഞാൻ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. യേശുവിന്റെ തിരുഹൃദയത്തിന്റെയും മറിയത്തിന്റെയും വിമല ഹൃദയത്തിന്റെയും അസംഖ്യമായ യോഗ്യതകളെ പ്രതി പാപികളുടെ മാനസാന്തരത്തിനായി ഞാൻ യാചിക്കുന്നു. ആമേൻ. ഒരു നിമിഷം നിങ്ങൾ വലതുകരം ഉയർത്തി മണിപ്പൂരിൽ നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ വന്ന ആ വീഡിയോ നമ്മൾ കണ്ടു. നമ്മുടെ സഹോദരിമാരെ വിവസ്ത്രരാക്കി, നഗ്നരാക്കിയിട്ട് ഇത് വലിയ ക്രൂരതയാണ് സഹോദരങ്ങളെ. നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവ് ഇടപെടട്ടെ, കർത്താവിന്റെ കരവട നീട്ടപ്പെടട്ടെ. മണിപ്പൂരിൽ സമാധാനം ഉണ്ടാവട്ടെ, അവിടുത്തെ ജനത്തിന് സംരക്ഷണം ഉണ്ടാകട്ടെ, കർത്താവിന്റെ മക്കൾ പരിരക്ഷിക്കപ്പെടട്ടെ. നമ്മൾ വലതുകരം ഉയർത്തി കണ്ണുനീരോടെ ഈ ഒറ്റ വിളിയിൽ, യേശുവേ എന്നുള്ള ചങ്ക് തകർന്ന ഒറ്റ വിളിയിലൂടെ ഇവിടെ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ഇറങ്ങണം. ഭരണാധികാരികൾ കണ്ണുകൾ തുറക്കപ്പെടണം, ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകണം. നമ്മൾ ഒന്നിച്ച് മണിപ്പൂരിൽ നമ്മുടെ സ്വന്തം സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി, അവിടുത്തെ ജനതയ്ക്ക് വേണ്ടി, ഗവൺമെന്റിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു. ഈശോയെ കരുണ ചൊരിയണമേ, കരുണ കാണിക്കണമേ, അഭിഷേകം പകരണമേ,
അഭിഷേകം പകരണമേ. മണിപ്പൂരിലെ ജനതയ്ക്ക് കർത്താവേ സമാധാനം കൊടുക്കണമേ, സമാധാനം നൽകണമേ. അവിടുത്തെ ജനത്തെ ശക്തിപ്പെടുത്തണമേ, സംരക്ഷിക്കണമേ. നന്ദി 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 കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഭയഭക്തി ആദരവോടെ മുട്ടുകുത്തി നിന്ന് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുകയാണ്. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മധ്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ കൃപ നൽകണമേ, അഭിഷേകം പകരണമേ. ഈശോയേ, ദിവ്യവരങ്ങൾ ഞങ്ങളുടെ ഏക രാജാവേ, ഞങ്ങളുടെ ഏക കർത്താവേ, ആരാധന 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 ആരാധന. ഈശോയെ നന്ദി 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 നന്ദി. ഈശോയെ നന്ദി 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 നന്ദി. ഈശോയെ നന്ദി 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 നന്ദി. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൊയ്ത്തുകാലവേലയ്ക്കായി ആയുധങ്ങൾ മൂർച്ചയേറ്റാൻ സഹനത്തിൽ വെന്തുരുകി പാകമായവർ. ആത്മധൈര്യം കൈവിടാതെ ആത്മശക്തി ഏറ്റെടുത്ത് സ്വർഗത്തെ നിറച്ചിടുവാൻ യാഗമായവർ. അന്ത്യകാല പ്രേക്ഷിതർ, യേശുവിന്റെ സ്നേഹിതർ, ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ. അന്ത്യകാല കൊയ്ത്തിനായി ഇറങ്ങിടുക സോദരെ, കാലമേറയില്ല കാന്തൻ വന്നിടുവാനായി. അന്ത്യകാല പ്രേക്ഷിതർ, യേശുവിന്റെ സ്നേഹിതർ, ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ. അന്ത്യകാല കൊയ്ത്തിനായി